السلام عليكم ورحمة الله وبركاته. الحمد لله الذي أنزل قرآنا هدى للناس وبينات من الهدى والفرقان. اللهم صل وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين. أهلا وسهلا ومرحبا بكم إلى لقائنا الجديد من لقاءات فهم القرآن على أيسر الطريق. ونحن الآن في الدرس الثامن وثمانين. ഖുർആൻ പഠനത്തിന് എളുപ്പവഴിയുടെ 88ാമത്തെ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഹാർദമായ സ്വാഗതം. ഈ വേദിയിൽ ഒരുമിച്ച് കൂടുക മുഖേന അല്ലാഹ് നമ്മുടെ എല്ലാ വിധത്തിലുള്ള ഹലാലായ ആഗ്രഹങ്ങളും നിറവേറ്റി തരട്ടെ. അതിലേറ്റവും ഉന്നതമായ ഫിർദൗസിൽ അഅ്ലയിൽ അല്ലാഹ് നമ്മളെ പ്രവേശിപ്പിക്കുകയും പ്രവാചകന്മാർ, സ്വാലിഹുകൾ, സിദ്ദീഖുകൾ, ശുഹദാ ഇവരോടൊപ്പം നമ്മെ, അതേപോലെ മുഖറബുകളായ മലക്കുകളുടെ സാമീപ്യത്തിൽ നമ്മെ വസിപ്പിക്കട്ടെ. വളരെ മനോഹരമായ ഹർമ്മ്യങ്ങളിൽ നമ്മെ അല്ലാഹു താമസിപ്പിക്കട്ടെ. നമുക്കിപ്പോൾ ഖുർആൻ വായിച്ചാൽ മനസ്സിലാവും. ഖുർആന്റെ ഏത് ഭാഗം വായിച്ചാലും മനസ്സിലാവും അല്ലേ? മനസ്സിലാവില്ലേ? മനസ്സിലാവും. മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്. നമ്മളെ ക്ലാസ്സിൽ നിന്ന് തന്നെ പഠിച്ചല്ലേ? അതെ, വേറെ എവിടുന്നും പഠിച്ചില്ല. ഇത് തന്നെ ഈ ക്ലാസ്സിൽ തന്നെ പഠിച്ച. ചെയ്യുക. നമ്മൾ നിങ്ങളുടെ സ്ഥലത്തേക്കൊക്കെ വരുന്നുണ്ട്. അടുത്ത ബാച്ച് തുടങ്ങാൻ പോകുന്നത് ചേന്നമംഗല്ലൂരാണ്. അപ്പോൾ ആ നാട്ടിലുള്ള പരമാവധി ആൾക്കാർക്ക് നമ്മുടെ സന്ദേശം ഇന്നും ഇന്നലെയൊക്കെ ആയിട്ട് നമ്മൾ പല രീതിയിലും പല നിറത്തിലും. ചേന്നമംഗല്ലൂർ എന്ന് പറഞ്ഞാൽ ഞാൻ വന്നിടത്തോളം ചേന്നമംഗല്ലൂർ ടൗൺ എന്ന് പറയുന്നത് ഒരുപാട് ദൂരെ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും പോകാനില്ല. അവിടെ തന്നെ കോഴിക്കോടല്ലേ? ചേന്നമംഗല്ലൂർ എന്ന് പറയുന്നത് കോഴിക്കോട് ജില്ലയിൽ. ചേന്നമംഗല്ലൂർ എവിടെയാണ്? ചേന്നമംഗല്ലൂരിൽ ഈ പറയുന്ന സ്ഥലം എവിടെയാണെന്നുള്ള ഞാനിപ്പോ പറഞ്ഞിട്ടില്ല. ആ സ്ഥലം നമ്മൾ പിന്നീട് പ്രഖ്യാപിക്കുള്ളൂ. കോഴിക്കോട് ജില്ലയില് കോഴിക്കോട് നിന്ന് ഏതാണ്ട് ഒരു 10-15 മിനിറ്റ് യാത്ര ചെയ്താൽ അവിടെ എത്തും. അതെ, അവിടെ പരിസരം നമ്മളവിടെ വിസിറ്റ് ചെയ്തിരുന്നു. അവരുടെ വിശാലമായ സഹോദരന്റെ വീട് ഓഫർ ചെയ്തു. അതിനേക്കാളും നല്ലൊരു സ്ഥലം നമുക്ക് കിട്ടിയിട്ടുണ്ട് തൽക്കാലം. അത് ഞാൻ പറയുന്നില്ല. നമുക്ക് ആൾക്കാരുടെ എണ്ണവും മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ കുറച്ചുകൂടി ആലോചിച്ചതിന് ശേഷം അത് കൺഫേം ചെയ്യും. ഉറപ്പിക്കാൻ വേറെ കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമ്മൾ ചെയ്യേണ്ടത്, നിങ്ങൾ ആ പരിസരത്തൊക്കെ കുറെ ആൾക്കാരുണ്ടാവും. ആ പരിസരത്ത് ഒരു 5-6 കിലോമീറ്റർ പരിസരത്തൊക്കെ ഉള്ള ആൾക്കാരെ, നിങ്ങൾക്ക് പരിചയമുള്ളവരോ കുടുംബക്കാരോ ബന്ധുക്കളൊക്കെ ഉണ്ടാവുന്നവർക്കൊക്കെ സന്ദേശം അയച്ചു കൊടുക്കുക. എന്നിട്ട് അവരെയൊക്കെ കൊണ്ട് രജിസ്റ്റർ ചെയ്യിപ്പിക്കണം. അതാണ് നമുക്ക് വേണ്ടത്. അവരെ കൊണ്ട് ക്ലാസ് തുടങ്ങുന്നതിന് രജിസ്റ്റർ ചെയ്യിപ്പിക്കണം. അവരെ രജിസ്റ്റർ ചെയ്യിപ്പിച്ചെങ്കിലേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ. നമ്മളവിടെ മുൻകൈ എടുക്കേണ്ടിരുന്നാല് ഞാൻ ഇടുന്നുണ്ട്. ഗ്രൂപ്പ് ഉണ്ട്, കോഴിക്കോട് ഒരു ഗ്രൂപ്പ് ഉണ്ട്, ഒരുപാട് പേരുള്ള ഒരു ഗ്രൂപ്പ് ഉണ്ട്. ശരി. അതിലൊക്കെ ഗ്രൂപ്പിലൊക്കെ കളറായിട്ടും അല്ലാതെയും ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ടൊക്കെ ഇട്ടിട്ട് അതിൽ എത്ര പേര് പങ്കെടുക്കും എന്ന് ഉറപ്പുവരുത്തണം നമുക്ക്. അല്ലെങ്കിൽ അവര് മുഖേന ഇന്നയാൾ പങ്കെടുക്കും എന്ന് നമുക്ക് ഉറപ്പ് കിട്ടണം. അല്ലെങ്കിൽ നമ്മളടുത്ത് മെസ്സേജ് അയക്കാൻ പറയണം, ഞങ്ങൾ പങ്കെടുക്കും എന്ന് പറഞ്ഞ് മെസ്സേജ് അയക്കാൻ പറയാം. അപ്പൊ നമ്മൾ ഉറപ്പ് വരുത്തിയിട്ട് അവരുടെ പേരൊക്കെ കിട്ടത്തക്ക രീതിയിൽ നമ്മളവിടെ വരുമ്പോൾ പിന്നീട് ആ എണ്ണം കുറയാൻ പാടില്ല. നമ്മുടെ അഭിപ്രായമൊക്കെ വോയിസിൽ ഇടാറുണ്ട്. അതിൽ ഇടുമ്പോഴോ സ്റ്റാറ്റസ് ഇടുമ്പോഴൊക്കെ അതെ, അഭിപ്രായമൊക്കെ ഇടുക. നിങ്ങൾ അവരെ കൊണ്ട് പ്രേരിപ്പിച്ച് അതിൽ പങ്കെടുപ്പിക്കണം. നിങ്ങൾ ഇത്ര വർഷം കൊണ്ട് ജമാഅത്തെ ഇസ്ലാമിന്റെ ആൾക്കാർ, ജമാഅത്തെ ഇസ്ലാമിയാണ് ഞങ്ങൾ അവിടെ കൂടുതലും.
ഉസ്താദ് ഏത് ഉയർന്ന പദവിയിലെത്ത ഉസ്താദ്. ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഉസ്താദിനെ ഒന്ന് കാണണമെന്നുണ്ട് നേരിട്ട്. ഐഷാത്തെ അത് കണ്ടപ്പോ ഞങ്ങൾക്ക് കുശുമ്പായി. അത് പറഞ്ഞാളിത്ത എറണാകുളത്ത് അന്ന് കൂടിയ പോലെ ഞങ്ങള് പറഞ്ഞോളൂ നിങ്ങള്. പെരുന്നാള് ഞാൻ എറണാകുളത്ത് ഞാൻ കൂടെയാണ് ഞാൻ ഉസ്താദ് ഞാൻ വരുന്നുണ്ട് ഞങ്ങളെ. കോഴിക്കോട് വരുന്നുണ്ടല്ലോ, ശനിയാഴ്ച കോഴിക്കോട് വരുന്നുണ്ട്. അല്ലോ അങ്ങോട്ട് എത്താൻ പറ്റില്ല ഉസ്താദ്. എറണാകുളത്തേക്ക് ഒരു ദിവസം ഞങ്ങളെ കാണാം. എല്ലാരും കൂടി എറണാകുളത്ത് വരാം. അതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ എറണാകുളത്ത് ഒരു പുതിയ ക്ലാസ് സംഘടിപ്പിക്കാനുള്ള സംവിധാനം ചെയ്യുക, അല്ലെങ്കിൽ ഒരു ഇൻട്രൊഡക്ഷൻ ക്ലാസ് സംഘടിപ്പിക്കാനുള്ള സംവിധാനം ചെയ്യുക. നിങ്ങളുടെ ആണുങ്ങൾക്ക് പുരുഷന്മാരത്തെ ആൾത്തങ്ങളെയൊക്കെ പറഞ്ഞിട്ട് അതിനുള്ള സംവിധാനം ചെയ്താൽ നമ്മളവിടെ ഇൻഷാ അല്ലാഹ് വരും. അതാണ് നമ്മൾ കാണണം എന്ന് പറയുന്നിടത്ത് പറയുന്ന സംഗതി. ശരി, നമുക്ക് ഖുർആനിലേക്ക് പോകാം. നമ്മൾ പറഞ്ഞു നിർത്തിയത് മിൻ അയ്യി ഷൈഇൻ ഖലഖഹു മിൻ നുത്ഫത്തിൻ ഖലഖഹു ഫഖദ്ദറഹു എന്ന്. മറ്റേ കൺഫ്യൂഷൻ തീർത്തില്ല ഉസ്താദ്. ഏതിന്റെ കൺഫ്യൂഷൻ? അല്ലില്ലാത്ത സൂറത്ത്. അല്ലില്ലാത്തതും ഉള്ളതും അത് ഒന്ന് കൺഫ്യൂഷൻ ഉണ്ടായിനി അത് ഞങ്ങൾക്ക്. പറയാം. ഇപ്പൊ കുറച്ച് സമയം പോയി, 5 മിനിറ്റ് പോയി. ഇൻഷാ അല്ലാ. 5 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ ചർച്ച ചെയ്യാൻ 5 മിനിറ്റ് കഴിഞ്ഞ് അവസാനം ഞാൻ പറഞ്ഞില്ല. എന്തായാലും ചർച്ച സജീവമായിരുന്നു. ഞാൻ അവസാനം ചോദിച്ചതില് ആൾക്ക് ചെറിയ കൺഫ്യൂഷൻ ഉണ്ടായതാണ്. ഞാൻ ഇൻഷാ അല്ലാഹ് കൺട്രോൾ ചെയ്യാം. അപ്പോ നമ്മുടെ കണക്കനുസരിച്ച് ഇപ്പോൾ 79% പദങ്ങൾ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു എന്നതാണ് നമ്മുടെ കണക്ക്. പക്ഷേ നിങ്ങൾക്ക് അതിനേക്കാൾ കൂടുതൽ കിട്ടുന്നു എന്നതാണ് അതിന്റെ യഥാർത്ഥത്തിലുള്ള റിസൾട്ട്. അത് എന്റെ മിടുക്ക് കൊണ്ടാണ് തന്നെയാണ് എന്ന് ഞാൻ പറയുന്നില്ല, മറിച്ച് നിങ്ങൾ ഖുർആനിലേക്ക് ഇറങ്ങിച്ചെന്നപ്പോൾ അതായത് അള്ളാഹ് പറയുന്നത്, നിങ്ങൾ എന്നിലേക്ക് എടുത്താൽ ഞാൻ നിങ്ങൾ എന്നിലേക്ക് ഒരു ചാനെടുത്താൽ ഞാൻ നിങ്ങളിലേക്ക് ഒരു മാറെടുക്കും, ഒരു മുഴമെടുക്കും. ഒരു മുഴമെടുത്താൽ നിങ്ങൾ എന്നോട് ഒരു മുഴമെടുത്താൽ ഞാൻ നിങ്ങളോട് ഒരു മാറെടുക്കും. നിങ്ങൾ എന്നോട് നടന്നെടുത്താൽ ഞാൻ നിങ്ങളിലേക്ക് ഓടിയെടുക്കും എന്നൊക്കെയാണ് പറയുന്നത്. അതിന്റെ അർത്ഥം ഖുർആനിലേക്ക് നാം ഇറങ്ങി തിരിച്ചാൽ ഖുർആൻ നമ്മുടെ അടുക്കിലേക്ക് വരും എന്നാണ്. അപ്പൊ അതുകൊണ്ടാണ് അത് മനസ്സിലാകുന്നത്. റഹ്മാൻ അല്ലമൽ ഖുർആൻ എന്നാണ്. പരമകാരുണികനായ അള്ളയാണ് ഖുർആനെ പഠിപ്പിക്കുന്നത് എന്നാണ്, അല്ലെങ്കിൽ പഠിപ്പിച്ചത്. ഇനി പഠിപ്പിക്കുന്നതും അവൻ തന്നെ. ആ കാരണത്താലാണ് നമുക്ക് ഖുർആൻ പെട്ടെന്ന് മനസ്സിലായിക്കൊണ്ടേയിരിക്കുന്നത്. അപ്പോ നമുക്ക് 80%, 90% മാതിരി കൂടുതലൊക്കെ കിട്ടുന്ന ആൾക്കാരുണ്ട്. അപ്പൊ നമ്മൾ വളരെ ആകാംക്ഷയോടുകൂടി ആരെന്ത് ഖുർആൻ സൂക്തം ഏത് സൂക്തം പറഞ്ഞാലും അതിന്റെ അർത്ഥം എന്ത് പറയുന്നു നോക്കും. അപ്പോൾ നമുക്ക് ഒരു പ്രസംഗം കേട്ടാൽ ഇത് പഠിക്കാൻ വേണ്ടി പ്രസംഗം കേൾക്കണമെന്നല്ല വേണം. നമ്മൾ പരമാവധി നമ്മൾ ശ്രദ്ധയെ തിരിച്ചുവന്ന കാര്യങ്ങളിലേക്ക് നമ്മളെല്ലാം ശ്രദ്ധ വിട്ടിട്ട് ഖുർആനിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുക. അതേസമയം നമ്മൾ എന്തായിരുന്നാലും പലതും കേൾക്കും, ഖുർആൻ തന്നെകൾ കേൾക്കും, പ്രസംഗം കേൾക്കും, കേൾക്കും. അതിൽ നിന്നൊക്കെ നമുക്കൊരു പുതിയ വാക്ക് കിട്ടി. ഇങ്ങനെയാണ് നമ്മൾ ഖുർആനിലെ കൂടുതൽ വാക്കുകളിലേക്ക് പോകുന്നത്. ഇൻഷാ അല്ലാഹ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. قتل الإنسان ما أكفره من أي شيء خلقه من نطفة خلقه فقدره ثم السبيل يسره ثم أماته فأقبره ثم إذا شاء أنشره كلا لما يقض ما أمره فلينظر الإنسان إلى طعامه أنا صببنا الماء صبا ثم شققنا الأرض شقا فأنبتنا فيها حبا وعنبا وقبا. വിഷയങ്ങൾ അങ്ങനെ തുടർച്ചയായിട്ട് പോവുകയാണ്. മാലയിൽ കോർത്ത മുത്തുമണികൾ പോലെ നേരത്തെയുള്ള ഭാഗവുമായി കണക്ട് ചെയ്തിട്ടാണ് അടുത്ത ഭാഗം വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് മുമ്പോട്ട് പാരായണം ചെയ്തത്. കുറച്ച് നേരത്തെ പറഞ്ഞ സൂക്തങ്ങളിൽ നിന്നും പാരായണം ചെയ്യുന്നത്. ഇവിടെ ഒന്നും ഇടയ്ക്ക് നിർത്തില്ല. മിന്നത്തുപ്പത്തിന് ഹലക്കഹോ ഫഖദ്ദറഹു കഴിഞ്ഞിട്ട് പിന്നെ അടുത്തത് തുടർച്ചയല്ല, അതിന്റെ തുടർച്ചയായിട്ടാണ് വരുന്നത്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഉദാഹരണമായിട്ട് സുമ്മയിലാണ് അടുത്ത ഭാഗം തുടങ്ങുന്നത്. നമ്മുടെ പാഠത്തിന്റെ അടുത്ത ഭാഗം തുടങ്ങുന്നത് സുമ്മയിലാണ്. അപ്പൊ സുമ്മയിൽ നമുക്ക് തുടങ്ങാൻ പറ്റില്ല, കാരണം അതിന് മുമ്പ് വേറെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ ആ ഭാഗം മുതല് നമുക്ക് ഒരു സിറ്റിങ്ങിൽ തുടങ്ങാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ 2 ആയത്ത് മുമ്പേ ചേർത്ത്
അടുത്തത് ഖുതിലൽ ഇൻസാൻ മാ അക്ഫറ. മാ അക്ഫറ എന്താണെന്ന് പറഞ്ഞു, എന്ത് പ്രയോഗമാണെന്ന് പറഞ്ഞു മാ അക്ഫറ? മാ അജ്മല, മാ അഫ്അല എന്നൊക്കെയുള്ള പ്രയോഗങ്ങൾ. അക്ഫറ എന്ന് പറഞ്ഞാൽ മാ അക്ഫറ എന്ന് പറഞ്ഞാൽ അവൻ എത്ര നന്ദി കെട്ടവനാണ്, അല്ലെങ്കിൽ എത്ര സത്യനിഷേധിയാണ്, എത്ര സത്യനിഷേധത്തിൽ അവൻ എത്ര കടുത്തുപോയി എന്നൊക്കെയാണ് ആ പ്രയോഗം. എന്നിട്ട് പറഞ്ഞു മിൻ അയ്യി ഷൈഇൻ ഖലഖഹു, ഏത് വസ്തുവിൽ നിന്നാണ് അവൻ അവനെ സൃഷ്ടിച്ചത്, അള്ളാഹ് അവനെ സൃഷ്ടിച്ചത്. മിൻ നുത്ഫത്തിൻ ഖലഖഹു, ഒരു ഇന്ദ്രിയത്തുള്ളിൽ നിന്നാണ് അവനെ സൃഷ്ടിച്ചത്, അവനെ സൃഷ്ടിച്ചത്. ഫഖദ്ദറഹു, എന്നിട്ട് അവനെ ക്രമപ്പെടുത്തി, അതിന്റെ വിധി നിർണയിച്ചു. ثم السبيل يسر, ഇത് നമുക്ക് നോക്കേണ്ടത്. ثم السبيل يسر, അതിൽ എത്ര വാക്ക് പുതിയതുണ്ട്? പുതിയ വാക്ക് ثم السبيل يسر, പുതിയ വാക്കൊന്നുമില്ല. സബീൽ നമുക്ക് അല്ല, ഒക്കെ പഴയ തന്നെ. സബീലിന്റെ പര്യായ പദം എന്താണ്? സുബുലുൻ. സിറാത്ത്. സുബുലുൻ പര്യായ പദം. പര്യായ പദം എന്ന് പറഞ്ഞാൽ തുല്യ അർത്ഥമുള്ള പദം. സിറാത്ത് വേറൊരു പദം കൂടെ ഉണ്ട്, തരീഖ് കേട്ടാ. ഇതെല്ലാം സബീലും സിറാത്തും എന്തായാലും അതേ അർത്ഥത്തിൽ, തുല്യ അർത്ഥത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അടുത്തത് സുമ്മ അമാതഹു ഫഅഖ്ബറഹ്, അതിലെന്താ പുതിയ വാക്ക്? അമാതാടിച്ചായിരുന്നു. മാത്ത മരിച്ചു എന്നല്ലേ? അപ്പൊ അതിന് പറഞ്ഞതല്ലേ അമാത്ത എന്ന് പറഞ്ഞാല് മരണത്തിന് അവൻ നസല ഇറങ്ങി, അൻസല എന്ന് പറഞ്ഞാൽ എന്തായി? മരിപ്പിച്ചു. അപ്പം മാത്ത മരിച്ചു, അമാത്ത മരിപ്പിച്ചു. അക്ബറ എന്ന് പറഞ്ഞാൽ കുഴിമാടത്തിലാക്കി. അക്ബറ ഖബറൻ കുഴിമാടം. അക്ബറ എന്ന് പറഞ്ഞാൽ കുഴിമാടത്തിലാക്കി, കുഴിച്ചിട്ടു. ثم إذا شاء أنشره, അതെന്താ പുതിയ വാക്ക്? ഒരുമിച്ച് പുനരുജ്ജീവിപ്പിച്ചു. പുനരുജ്ജീവിപ്പിച്ചു എന്നാണ് അൻഷറ. ഉയർത്തെഴുന്നേൽപ്പിച്ചു. പുനരുത്തെഴുന്നേൽപ്പിച്ചു. ചിലര് പരിഭാഷയുള്ള വാക്ക് തന്നെ പഠിച്ചു വെച്ചിരിക്കുക. ഞാൻ പുസ്തകത്തിൽ എഴുതിയ വാക്ക് തന്നെയാണ് നോക്കുന്നില്ല. നമ്മൾ പറയുമ്പോൾ വ്യത്യസ്ത പദങ്ങൾ കൊണ്ട് ഒരേ ആശയം തന്നെയാണ്. എങ്ങനെ എന്തർത്ഥമുണ്ടോ? വ്യാപിപ്പിച്ചു, അങ്ങനെ അർത്ഥമുണ്ടോ? വ്യാപിപ്പിച്ചു, ഇല്ല. നമ്മള് നുഷിറത്ത് പറഞ്ഞതുപോലെ. അപ്പൊ നഷറയാണ് വരുന്നത്. മീനിങ് ആണ്. അത് തന്നെ, ബാസയുടെ മീനിങ് ആണ് അൻഷറയുള്ളത്. അടുത്തത് കല്ലാ ലമ്മാ യഖ്ദി മാ അമറ. ലമ്മാ യഖ്ദി മാ അമറ, ഇതെന്താ? ഖളായഖ്ലി അറിഞ്ഞൂടെ? എന്താണ് ഖളായഖ്ലി? അതിന്റെ കൂടെ ഒരു അർത്ഥം കൂടെ പഠിച്ചേ. നിർവഹിച്ചു, നിറവേറ്റി. നിറവേറ്റിയ അർത്ഥമാണ് ഇവിടെ ഉള്ളത് കേട്ടാ. നമ്മള് നമസ്കരിച്ചില്ല എന്നുള്ള ഈ സമയം കഴിഞ്ഞു പോയാൽ എന്ത് പറയും? കള വീട്ടിൽ. കള വീട്ടലില്ല, കള ആക്കുന്ന. നിർവഹിച്ചു. അപ്പൊ ലമ്മ എന്നത് ലമ്മിന് തുല്യമായ ഒരു പദമാണ്. ലം ചേർന്ന് നമ്മൾ പറഞ്ഞല്ലോ.
ലം യഫ്തഹ് തുറന്നിട്ടില്ല. ലം ലമ്മ വന്നാൽ അതേ അർത്ഥമാണ്. ലമ്മ യഖ്ദി നിർവഹിച്ചിട്ടില്ല, നിറവേറ്റിയിട്ടില്ല. ഓക്കെ, ഒന്ന് പുതിയ വാക്ക് അൻഷറ, മറ്റൊന്ന് ലമ്മയുടെ പ്രയോഗം. ലമ്മയ്ക്ക് ശേഷം അപൂർണ ക്രിയ വന്നാൽ അതിനെ നിഷേധിക്കാനുള്ളതാണ്. നിഷേധിച്ചിട്ട് എന്താവും? പാസ്റ്റ് ടെൻസ് ആക്കും. ലമ്മ യഖ്ദി നിറവേറ്റിയിട്ടില്ല. ലമ്മിന്റെ അതേ അർത്ഥമാണ് ലമ്മ. ലം ഇസ് ഈക്വൽ ടു ലമ്മ. ലമ്മ യഖ്ദി മാ അമറഹു. ഒരിക്കൽ കൂടി നമുക്ക് അതിലേക്ക് വരാം. പുതിയ വാക്ക് നോക്ക്. ഫൽയൻദുറിൽ ഇൻസാനു ഇലാ തആമിഹി. അതിലെന്താ പുതിയ വാക്ക്? എന്തായാലും അറിയാം എല്ലാവർക്കും. തആം. തആം ഭക്ഷണം. തആം ഭക്ഷണം. തആം ഭക്ഷണം ഭക്ഷിപ്പിച്ചു എന്നുള്ളതിന് എന്ത് പറയും? അത്ആമ. ഭക്ഷിച്ചു എന്നാണെങ്കിൽ എന്ത് പറയണം? തആമ. എല്ലാവരും നോക്കുകയല്ലേ, എന്തായിരിക്കും അർത്ഥം? അവൻ നോക്കട്ടെ. എന്ത് തരം ക്രിയയാണ്? എന്ത് തരത്തിലുള്ള ക്രിയയാണ്? മറിഞ്ഞ ആളോടുള്ള കൽപ്പന. മറിഞ്ഞ ആളോടുള്ള കൽപ്പന. അപ്പം മറിഞ്ഞാളിന് എന്ത് പറയുന്നത്? ഗായിബ്, മറഞ്ഞത്. കേട്ടാ, ഗായിബ് മറിഞ്ഞത്. കൽപ്പന അമ്ര. അപ്പൊ മറിഞ്ഞാളുടെ കൽപ്പനയ്ക്ക് എന്ത് പറയും അറബി വാക്കില്? അമ്ര ഗായിബ്. ഗായിബാണ്. കേട്ടാ, അവൻ നോക്കട്ടെ. അപ്പൊ അവൻ സുജൂദ് ചെയ്യട്ടെന്ന് എങ്ങനെ പറയും? فلينظر الإنسان إلى طعامه أنا صببنا الماء صبا. صببنا എന്ന ക്രിയ വന്നാൽ അതിന്റെ ഒന്നാമത്തെ രൂപം എന്തായിരിക്കും? സ്വബ്ബ. സ്വബ്ബ. കാരണം വനന്ന എന്ന വല്ല ആണെങ്കിൽ വല്ല, വല്ലു, വലൽത്ത, വലൽത്തു, വലൽന. അപ്പൊ വലൽന പോലെ സ്വബബിന. അപ്പൊ അതിന്റെ മാവി ഒന്നാമത്തെ രൂപം സ്വബ്ബ. സ്വബ്ബം പറഞ്ഞാൽ ഒഴിച്ചു. ഈ വാക്ക് നമ്മൾ പഠിച്ചല്ലോ. സ്വബ്ബ പഠിച്ചില്ലല്ലോ. നമ്മളിപ്പോ പഠിച്ചില്ലല്ലോ. പഠിച്ചതായിട്ട് ഓർമ്മല്ല. സബ്ബഹയാണ് പഠിച്ചത്. സബ്ബഹ അല്ല, സൂറത്തുൽ ഫജ്റിൽ പഠിച്ചു. സൂറത്തുൽ ഫജ്ർ പഠിച്ചായിരുന്നു നമ്മള്. എന്താ പഠിച്ചത്? സൂറത്തുൽ ഫജ്റിൽ എന്താ പഠിച്ചത്? ഫസബ്ബ അലൈഹിം റബ്ബുക സബ്ബയുടെ സബ്ബ പറഞ്ഞു നോക്കിയേ, ക്രിയ പറഞ്ഞു നോക്കിയേ, പട്ടിക പറഞ്ഞു നോക്കിയേ. സ്വബ്ബ, സ്വബ്ബു, സ്വബബ്ത, സ്വബബ്തും, സ്വബബ്തു, സ്വബബിന, സ്വബബ്ത, സ്വബബ്തും, സ്വബബ്തു, സ്വബബിന. അപ്പം എന്തായി? പഠിക്ക സബ്ബ പഠിച്ചു കഴിഞ്ഞാൽ പിന്നീട് സ്വബബിനാൾ അർത്ഥം നമുക്ക് കിട്ടണം. അപ്പൊ സ്വബബിന പുതിയ വാക്കല്ല. നാം ചൊരിഞ്ഞു. അന്നാ സ്വബബിന, തീർച്ചയായും നാം ചൊരിഞ്ഞു. അൽമാ, വെള്ളത്തെ. സ്വബ്ബൻ, ഒരു ചൊരിയൽ. എന്ന് പറഞ്ഞാൽ നന്നായി ഒഴിച്ചു എന്നർത്ഥം. നാം വെള്ളത്തെ നന്നായി ഒഴിച്ചു. ക്രിയാധാതു ഉപയോഗിച്ചിരിക്കുന്നത് എന്തിനാണ്? അതിന്റെ ആധിക്യം സൂചിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. ക്രിയാധാതു ഉപയോഗിക്കുന്നത് ചിലപ്പോൾ എണ്ണം പറയാൻ വേണ്ടിയായിരിക്കും, ചിലപ്പോൾ അതിന്റെ രീതി പറയാൻ വേണ്ടിയായിരിക്കും, അതിന്റെ ഇനം പറയാൻ വേണ്ടിയായിരിക്കും.
ക്രിയ പറഞ്ഞിട്ട് ക്രിയാധാതു ആവർത്തിക്കുന്നത് ക്രിയയുടെ രീതി, ഭാവം, എണ്ണം, ഇന്റൻസിറ്റി, അതുപോലെ എന്തെങ്കിലും സംഗതി ഊന്നി പറയാൻ വേണ്ടിയായിരുന്നു. ഇവിടെ വെള്ളം ഒഴിച്ചെന്നതിന്റെ എത്ര ക്വാണ്ടിറ്റി ഉണ്ട് എന്ന് പറയാൻ വേണ്ടിയാണ് സ്വബൻ, നന്നായി ഒഴിച്ചു വന്നു. പിന്നെ ഷഹക്കിനെ പഠിച്ചായിരുന്നോ? ഇല്ല. പിളർത്തി. ഇൻഷിഖാഖ് പോലെയാണോ? ഇൻഷക്കാക്ക് പഠിച്ച്. ഇൻഷക്ക എന്ന് പറഞ്ഞാൽ എന്താ? പിളർത്തി. പിളർന്നു, സ്വയം പിളർന്നു. ഇൻഷക്ക പിളർന്നു. അപ്പൊ ഇന്ന് കഴിഞ്ഞിട്ട് ഷക്ക മാത്രമാക്കിയാല് പിളർത്തി. ഭൂമിയെ പിളർത്തി. ഷക്കനാൽ അർവ, ഭൂമിയെ പിളർത്തി. ശക്തൻ, ഒരു പിളർത്തൽ. ഒരു പിളർത്തൽ, ഒരു പ്രാവശ്യം പിളർത്തി എന്നല്ല പറഞ്ഞത്. നന്നായി നമ്മ പിളർത്തി. പിളർത്തി എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. എന്താണ് നബത്തുൻ? ധാന്യങ്ങൾ. നബത്തുൻ. മുളപ്പിച്ചു. നബത്തുൻ എന്താണ് ചോദിക്കുന്നതിന് സമാനമാണ്. വിത്ത. നബത്തുൻ ചെടി. നബാത്ത് ചെടികൾ. നബത്തുൻ ചെടി. അൻബത്ത മുളപ്പിച്ചു. ചെടി ഉണ്ടായി. അമ്പത്തിന ഫീഹ, നാം അതിൽ മുളപ്പിച്ചു. അറുതിൽ മുളപ്പിച്ചു. അറുത് സ്ത്രീലിംഗാണെന്ന് മനസ്സിലായില്ലേ? ഇപ്പൊ ഫീഹ എന്ന് പറഞ്ഞപ്പോ എന്തിനു മുളപ്പിച്ചു? ഹബ്ബൻ. ഹബ്ബൻ എന്ന് പറയുന്ന യഥാർത്ഥത്തിൽ ബഹുവചനമാണ്. പക്ഷെ നമ്മൾ വെള്ളങ്ങൾ എന്ന് പറയുന്നത് പോലെ ധാന്യങ്ങൾ പറയേണ്ട കാര്യമില്ല. ധാന്യം മുളപ്പിച്ചു എന്ന് പറഞ്ഞാൽ ഒരുപാട് ധാന്യങ്ങൾ മുളപ്പിച്ചു. ഹബ്ബിന്റെ ഏകവചനം വരണമെങ്കിൽ താ ചേർത്താൽ മതി. ഹബ്ബത്ത്. അപ്പൊ ഒരു ധാന്യം. ഹബ്ബൻ എന്ന് പറയുന്നത് അപ്പൊ അതിന്റെ ബഹുവചനമാകാം, അതേപോലെ കളക്റ്റീവ് നൗണും ആകാം. എന്ന് പറഞ്ഞാൽ അതിനെ മൊത്തത്തിൽ പറയുന്ന പേര് പറയുമ്പോൾ ഹബ്ബൻ, ധാന്യങ്ങളെ മുളപ്പിച്ചു. പിന്നീട് നാം അവന് യസ്സറ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എളുപ്പമാക്കി. സബീല എളുപ്പം. പിന്നീട് നാം അവന് മാർഗം എളുപ്പമാക്കി. പിന്നീട് എന്ത് ചെയ്തു? അവന് വഴി കാണിച്ചു കൊടുത്തു എന്നർത്ഥം. മനുഷ്യന് വഴി കാണിച്ചു കൊടുത്തു. ഹദൈനാഹുൻ നജ്ദൈൻ, ഗിരിമാർഗം കാണിച്ചു കൊടുത്തു. രണ്ട് മലമ്പാതകൾ, എല്ലാ നിലയ്ക്ക് വൻ പാതകൾ കാണിച്ചു കൊടുത്തു. ഹദൈനാഹുൻ നജ്ദൈൻ. മശാക്കിറം ഇന്ന കഫൂറ, ഒന്നുകിൽ നന്ദിയുള്ളവനാകാം അല്ലെങ്കിൽ നന്ദി കെട്ടവനാകാം. അവന് വഴി കാണിച്ചു കൊടുത്തു. യസ്സറഹു, എളുപ്പമാക്കി തന്നെ കാണിച്ചു. എല്ലാ മാർഗങ്ങളും അവന് എളുപ്പമാക്കി കൊടുത്തു. തുമ്മ അമാതഹു ഫഅഖ്ബറഹു, പിന്നീട് നാം അവനെ മരിപ്പിച്ചു. പിന്നീട് അവനെ ഖബറിലാക്കി. എന്ന് പറഞ്ഞാൽ മരിപ്പിക്കുകയും ചെയ്യും, പിന്നെ അവനെ ഖബറിലടക്കുകയും ചെയ്യും എന്നർത്ഥം. നേരത്തെ പറഞ്ഞു നിർത്തി എന്തായിരുന്നു? മനുഷ്യനെ അവന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് അവൻ നോക്കുന്നില്ലേ എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങിയത്. അപ്പോ മനുഷ്യനെ അവൻ ഇന്ദ്രിയത്തുള്ളിൽ നിന്നും ജീവിപ്പിച്ചു, എന്നിട്ട് അല്ലെങ്കിൽ ഇന്ദ്രിയത്തുള്ളിൽ നിന്നും അവൻ സൃഷ്ടിച്ചു. അത് കഴിഞ്ഞിട്ട് അവനെ ഘടനയെല്ലാം നന്നാക്കി, ഖദ്ദറഹു എല്ലാം ക്രമപ്പെടുത്തി. എന്നിട്ട് എന്ത് ചെയ്തു? പിന്നെ അവന്റെ ജീവിത മാർഗം എളുപ്പമാക്കി കൊടുത്തു. സുമ്മ അമാത്തു, പിന്നീട് എന്ത് ചെയ്യും? മരിപ്പിക്കും, ജീവിപ്പിക്കും. പിന്നെ അവനെ മരിപ്പിക്കുകയും ജീവിപ്പിക്കുകയും ചെയ്തു എന്നാ പറഞ്ഞു. എന്ന് പറഞ്ഞാൽ അവൻ മരിച്ചിട്ടില്ലെങ്കിൽ മരിക്കും എന്നർത്ഥം. ഉറപ്പായി നടക്കുമെന്ന അർത്ഥത്തിലാണ് അമാതഹു അക്ബറഹു. സുമ്മ ഇദാ ശാ, അങ്ങനെ അവൻ ഉദ്ദേശിച്ചാൽ, അവൻ ഉദ്ദേശിച്ചാൽ എന്ത് ചെയ്യും? അവനെ ജീവിപ്പിക്കും. അപ്പൊ ഇവിടെ മാവിയായിട്ടാ പറഞ്ഞിരിക്കുന്നത്. അമാതഹു മാവിയായിട്ടാ പറഞ്ഞ. അവനെ മരിപ്പിച്ചു. അക്ബറ, അവനെ മറമാടി. ഇദാ ശാ, പിന്നീട് അവൻ ഉദ്ദേശിച്ചാൽ അവനെ ജീവിപ്പിക്കുക തന്നെ ചെയ്യും എന്ന് പറയാൻ വേണ്ടിയാണ്, ഉറപ്പായിട്ടും പറയാൻ വേണ്ടിയാണ് ഇത് മാവി ഉപയോഗിച്ചിരിക്കുന്നത്. പൂർണ്ണക്രിയാരൂപത്തിൽ അല്ല, അങ്ങനെയല്ല. ഇതൊന്നും അല്ലെങ്കിൽ
അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും മനുഷ്യൻ ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ എന്താണ് അവസ്ഥ എന്നാണ് പറയുന്നത്. അല്ല, അമറ, അവനോട് അവൻ കൽപ്പിച്ചത്. മാ ഒന്ന്, അമറ അവൻ കൽപ്പിച്ചു, ഹു അവനോട്. അപ്പോ അമറയിലുള്ള ഹുവ എന്തിനെ സൂചിപ്പിക്കുന്നു? നേരത്തെ പറഞ്ഞ ഖാലക്കിലേക്ക് പോവുകയാണ്. മനുഷ്യനെ അവൻ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞല്ലോ, കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പറഞ്ഞായിരുന്നു. അള്ളാഹുലേക്കാ പോണ്. അതെ, അവൻ അവനെ എന്തിൽ നിന്ന് സൃഷ്ടിച്ചു എന്ന് പറഞ്ഞല്ലോ. ആ അവൻ അല്ലല്ലല്ലല്ല, നത്തുഫത്ത് സ്ത്രീലിംഗമാണ്. ഖലഖ മിൻ അയ്യി ഷൈഇൻ ഖലഖഹു എന്ന് പറഞ്ഞില്ലേ, എന്തിൽ നിന്നാണ് അവൻ അവനെ സൃഷ്ടിച്ചത് എന്ന് ചോദിച്ചു. അപ്പൊ ആ ഖാലിഖ് അവൻ എന്തിൽ നിന്നാണ് സൃഷ്ടിച്ചത് എന്നവൻ ചിന്തിക്കുന്നില്ലേ എന്നാണ് ചോദിച്ചത്. എന്നിട്ട് പറഞ്ഞു അവൻ സൃഷ്ടിച്ചു, സൃഷ്ടിച്ചു. അപ്പൊ അതെല്ലാം കർത്താവ് ആ ഖാലിഖിലേക്കാണ് പോകുന്നത്. അത് കഴിഞ്ഞിട്ട് സുമ്മ സബീല യസ്സറഹു, അവന് വഴി എളുപ്പമാക്കി കൊടുത്തു. അതും ഖാലിഖാണ് ചെയ്തത്. സുമ്മ അമാത്തഹു, ആ ഖാലിഖ് തന്നെ അവൻ എന്ത് ചെയ്യുന്നു? മരിപ്പിച്ചു. അക്ബറഹു, അവനെ മറമാടി. ആ ഖാലിഖ് അവൻ ഉദ്ദേശിച്ചാൽ അൻഷറഹു, അവനെ അവൻ നിറവേറ്റിയിട്ടില്ല എന്ന് പറഞ്ഞാൽ ഈ മനുഷ്യൻ നിറവേറ്റിയിട്ടില്ല. ഫല്ലൻദുറിൽ ഇൻസാനു എന്ന് പറഞ്ഞ ഇൻസാനിലേക്കാണ് ആ യക്ബിയിലകത്തുള്ള ഹുവ പോകുന്നത്. യസ്സറഹു അവൻ എളുപ്പമാക്കി കൊടുത്തു എന്ന് പറഞ്ഞാൽ ആ ഇൻസാനെ എളുപ്പമാക്കി കൊടുത്തു. അമാത്തഹു, ആ ഇൻസാനെ അവൻ മരിപ്പിച്ചു. അക്ബറഹു, ആ ഇൻസാനെ അവൻ മറമാടി. അൻഷറഹു, ആ ഇൻസാനെ അവൻ പുനരുജ്ജീവിപ്പിക്കും. അല്ല, ഇതൊക്കെയുമായിട്ടും ആ ഇൻസാൻ നിറവേറ്റിയിട്ടില്ല. മാ യാതൊന്ന് അമറഹു, ആ ഖാലിഖ് ആ ഇൻസാനോട് കൽപ്പിച്ചത്. അമറയുടെ അകത്തുള്ള ഹുവ നേരത്തെ പറഞ്ഞ ഖാലിഖിലേക്ക് പോകും. പിന്നീട് വെളിയിലുള്ള ഹു ആരോട് കൽപ്പിച്ചതാണ്? ആ ഇൻസാനോട് കൽപ്പിച്ചത്. ആ ഇൻസാനോട് ഖാലിഖ് കൽപ്പിച്ചതൊന്നും അവൻ എന്ത് ചെയ്തില്ല? മണ്ണം നിറവേറ്റിയിട്ടില്ല. ഏത് ഖാലിഖിലേക്ക്? നേരത്തെ പറഞ്ഞ ഖലക്ക എന്ന് പറഞ്ഞില്ലേ, അതായത് ഇതിപ്പം അതെന്താണ്? അത് അവിടെ നമുക്ക് അണ്ടർസ്റ്റുഡായ സംഗതിയാണ്. മിൻ അയ്യി ഷൈഇൻ ഖലഖഹു എന്ന് പറഞ്ഞല്ലോ. അതിന്റെ തുടക്കം പോലെ നമ്മൾ പോയേണ്ടി വരും. ഈ സുഹബിൻ മുകറമത്തിൻ മർഫൂഅത്തിൻ മുതഖറത്തിൻ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു കിറാമിൻ ഖുതിലൽ ഇൻസാനു മാ അക്ഫറഹു, അവനെ നന്ദികെട്ടവനാക്കിയത് എന്താണ്? മിൻ അയ്യി ഷൈഇൻ ഖലഖഹു എന്ന് പറഞ്ഞ മിൻ അയ്യി ഷൈഇൻ ഖലഖഹുൽ ഖാലിഖു എന്നാണ്. സൃഷ്ടാവ് അവനെ എന്തിൽ നിന്നാണ് സൃഷ്ടിച്ചത്? ഇപ്പം മിൻ അയ്യി ഷൈഇൻ ഖലഖഹു എന്ന് പറഞ്ഞപ്പോ അവനെ സൃഷ്ടിച്ചു. ആര് സൃഷ്ടിച്ചു? ഖാലിഖ് സൃഷ്ടിച്ചു. ചില സംഗതികൾ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് മനസ്സിലാകുന്നത് കൊണ്ട് അത് എടുത്തു പറഞ്ഞുകൊള്ളണമെന്നില്ല. അങ്ങനെയുണ്ട്. ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് മനസ്സിലാകുന്ന സംഗതികൾ എടുത്തു പറഞ്ഞുകൊള്ളണമെന്നില്ല. അതിൽ പെട്ടതാണ് ഈ ഭാഗം. ഓക്കെ, എന്നിട്ട് അതിലേക്കാണ് പിന്നീട് ബാക്കി എല്ലാ സൂചകവും പോകുന്നത്. ഇവിടെ പറയുന്ന രണ്ട് മനുഷ്യനും ഖാലിഖും വ്യക്തമായി നമുക്ക് മനസ്സിലാകും. ആ ഖാലിഖാണ് അവനെ എന്ത് ചെയ്യുന്നത്? പുനരുജ്ജീവിപ്പിക്കുന്നത്. ആ ഖാലിഖ് അവനോട് കൽപ്പിച്ചതാണ് അവൻ നിറവേറ്റാത്തത്. എന്തുകൊണ്ട് ഖലക്ക എന്ന് പറഞ്ഞ പദം തന്നെ ഉപയോഗിച്ചെന്ന് ചോദിച്ചാൽ, ഈ ഖാലിഖാരാണ്, ഹൂ ഈസ് ഹിസ് മാനുഫാക്ചറർ, ദ ക്രിയേറ്റർ. അവനെ പൂർവ മാതൃകയില്ലാതെ സൃഷ്ടിച്ചവൻ ആരാണ്? മുസവ്വിർ എന്ന് പറഞ്ഞല്ലോ. ഖാലിഖ് അവനാണ്, രൂപകൽപ്പന ചെയ്തവൻ അവനാണ്, അതിന്റെ ഡിസൈൻ ചെയ്തത്. ഖാലിഖുൽ ബാരിഉൽ മുസവ്വിർ, എല്ലാം ചെയ്തത് അവനാണ്. അങ്ങനെയുള്ള ഖാലിഖ് ഉണ്ടല്ലോ, ആ ഖാലിഖ് എന്താണോ അവനോട് പറഞ്ഞിരിക്കുന്നത് അത് അവൻ പഞ്ചപുച്ഛമടക്കി വേറൊരു ചോദ്യം ചെയ്യാതെ, ഒന്നും ചോദ്യം ചെയ്യാതെ അനുസരിക്കേണ്ടതാണ്. അത് അവൻ അനുസരിച്ചില്ല. അപ്പോ ആ ഖലക്ക എന്ന് പറഞ്ഞ വാക്ക് തന്നെ എടുത്തു പറഞ്ഞിട്ടാണ് പറഞ്ഞത്, ഇതൊന്നും അവൻ ചെയ്തിട്ടില്ല. ആ ഖാലിഖ് അവൻ ഇതെല്ലാം ചെയ്തു കൊടുത്തു.
അവന് മാർഗമെല്ലാം വഴിയെല്ലാം എളുപ്പമാക്കി കൊടുത്തു. അവനെ മരിപ്പിക്കുന്നതും ആ ഹാരിക്ക് തന്നെയാണ്, ആർക്കും സംശയമില്ല. മറമാടുന്നതും അതേ രീതിയിലാണ്. അതേപോലെ അവൻ ഉദ്ദേശിച്ചാൽ പെണ്ണിജയിപ്പിക്കുകയും ചെയ്യും. ഇത്രയും ചെയ്തവൻ ആരാണോ അവൻ ഉദ്ദേശിച്ചാൽ പെണ്ണിജയിപ്പിക്കുകയും ചെയ്യും എന്ന് പറഞ്ഞു വെച്ചിട്ടാണ് പിന്നെ അവൾ പറയുന്നത് ആ പെണ്ണിജയിപ്പിക്കുന്ന സമയത്ത് ചോദ്യം ചെയ്യുമ്പോൾ ലമ്മയക്കതുമാമറ അവനോട് കൽപ്പിച്ച കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. പല്ലുറിൻസാനും ഇല്ലാത്ത ആമി അവന്റെ ആഹാരത്തിലേക്കൊന്ന് നോക്ക്. എങ്ങനെയാണ്? അപ്പൊ അവൻ മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന്റെ ഘടനയെ കുറിച്ച് പറഞ്ഞു. അവൻ ഒന്നുമല്ലാത്ത മദ്കൂറെന്ന് പറഞ്ഞില്ല, അതായത് പരാമർശ വിധേയമല്ലാത്ത, പറയാൻ കൊള്ളുന്ന ഒന്നുമല്ലാത്ത ഒരു അവസ്ഥയിലായിരുന്നു. നുത്ഫയായിരുന്നു. എവിടെയും സഹസ്രമൊന്നും പറയാൻ പറ്റില്ല. എവിടെ നിന്നാണ് അവനെ സൃഷ്ടിച്ചത്? മദ്കൂറ എന്ന് പറഞ്ഞാൽ എന്താണ്? മദ്കൂർ എന്ന് പറഞ്ഞാൽ എന്താ? സക്കറ ഓർമ്മിച്ചു. മദ്കൂറ സൂറത്തുൽ ഇൻസാനിൽ പറഞ്ഞിട്ടുണ്ട്. മദ്കൂറ അപ്പൊ എന്താ അർത്ഥം? അവൻ ലം യകുൻ ഷൈഅൻ, ലം യകുൻ അവനായിരുന്നിട്ടില്ല, ഷൈഅൻ ഒരു വസ്തുവുമായിരുന്നിട്ടില്ല, മദ്കൂറൻ പരാമർശിക്കപ്പെടുന്ന എന്നർത്ഥം. ഏതെങ്കിലും ഒരു സദസ്സിൽ ചെന്നിട്ട് പറയാൻ പറ്റുമോ ഈ വസ്തുവിൽ നിന്നാണ് അവനെ സൃഷ്ടിച്ചത്? അങ്ങനെ പറയാൻ പറ്റുന്ന ഒരു വസ്തുവും ആയിരുന്നിട്ടില്ലാത്ത ഒരവസ്ഥയിൽ നിന്നാണ് മനുഷ്യനെ അള്ളാഹ് സൃഷ്ടിച്ചത്. അപ്പൊ ആ ഹാരിക്ക് എന്റെ സൃഷ്ടാവിന്റെ ഘടനയും കാര്യങ്ങളൊക്കെ പറഞ്ഞു വന്നിട്ട് പറഞ്ഞു അവൻ ഉദ്ദേശിച്ചാൽ ഇതെല്ലാം ചെയ്തു തരാമെങ്കിൽ അവൻ ഉദ്ദേശിച്ചാൽ പുനരുജ്ജീവിപ്പിക്കുകയും ചെയ്യും. പിന്നെ എന്താ ചെയ്യേണ്ടത്? അവൻ പറഞ്ഞത് കൽപ്പനകൾ അനുസരിക്കേണ്ടതായിരുന്നു. ലമ്മയക്കത് അത് നിറവേറ്റിയിട്ടില്ല. ഇനി സൃഷ്ടിച്ചതിന് ശേഷം അവൻ എന്തെല്ലാം സംഗതി അള്ളാഹ് ചെയ്തു കൊടുത്തു അതൊക്കെ നോക്കണ്ടേ? ഫല്ലൻദുർ അൽ ഇൻസാൻ, മനുഷ്യൻ നോക്കട്ടെ, ഇലാ ത്വാമി, എന്റെ ആഹാരത്തിൽ നിന്ന്. ഇപ്പൊ താമി കഴിഞ്ഞിട്ട് ഇവിടെ ദീർഘത്തിന്റെ അടയാളങ്ങൾ കേട്ടിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എങ്ങനെ പാരായണം ചെയ്യുക? ഫല്ലൻദുർ ഇൻസാൻ ഇലാ അവിടെ നിർത്തുമ്പോൾ അവിടെ ഒരു സുക്കൂനേ ഉള്ളൂ. ചേർത്തോതിയാലേ മദ്ദിന്റെ അടയാളങ്ങളും കാര്യങ്ങളൊക്കെ പ്രസക്തമാണ്. ഇപ്പുറത്ത് ഹംസ കിടക്കുന്നുണ്ട്. ഇലാ ത്വാമിഹി പിന്നെ വേറെയും നിയമങ്ങൾ തയ്യുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വരും. 2 പേർക്ക് എത്തിയിട്ടണോ 4 പേർക്ക് എത്തിയിട്ടണോ എന്നുള്ള നിയമങ്ങളൊക്കെ വരും. എന്തായിരുന്നാലും താമിഹിയില് നിർത്തുമ്പോൾ സുക്കൂനിട്ടാണ്. അപ്പൊ ആഹാരത്തിലേക്ക് അവൻ നോക്കുന്നില്ലേ? ഒരു മഴ വർഷിക്കലെന്ന് വർഷിക്കുക. അരിച്ചോക്കായി വെള്ളമെല്ലാം വന്ന് ഭൂമിയിൽ ഫിൽറ്റർ ചെയ്ത് അങ്ങനെ പോകും. ആ വെള്ളമെല്ലാം കലങ്ങി കിടക്കുന്ന വെള്ളം കണ്ടാല് ഈ വെള്ളമാണ് നമ്മൾ കുടിക്കുന്നതെന്ന് ആരെങ്കിലും വിചാരിക്കും? പക്ഷെ നമ്മൾ കുടിക്കുന്ന അതേ വെള്ളം തന്നെയല്ലേ? ആ വെള്ളമാണ് നമ്മൾ കുടിക്കുന്നത്. ആ വെള്ളം നമ്മൾ കലങ്ങി കിടക്കുന്ന റോഡിലൂടെ ഒഴുകി പോകുന്ന ആ വെള്ളം നമ്മൾ മെഷീനിൽ, നമ്മുടെ ഫിൽറ്ററിങ് മെഷീനൊക്കെ ഉണ്ടല്ലോ, അതിനകത്തോടൊന്നും കയറ്റി ഇറക്കി നമ്മൾ കുടിക്കുന്ന പോലെ കിണറ്റിൽ നിന്ന് വരുന്ന വെള്ളം ആവോ? ഇല്ല, ആവൂല, ഒരിക്കലും ആവൂല. അതേസമയം ഇതെല്ലാം കൂടെ ഒലിച്ചിറങ്ങി നമ്മളിപ്പോ വരണ്ട് ഉണങ്ങി കിടക്കുകയാണല്ലോ. ശക്തമായ ഒരു 2-3 ദിവസം മഴയൊക്കെ കഴിയുമ്പോഴത്തേക്കും ആ വെള്ളം എല്ലാം കിണറ്റിലിറങ്ങി വരുമ്പോ അതെന്താണ്? മഴീനായി, ഉടമായ വെള്ളമായി. ഇതിനാണ് എന്ത് ചെയ്തത്? ഇതുകൊണ്ടാണ് പറഞ്ഞത് അന്നാ സ്വബബിനൽ സ്വബൻ, നാം ഒരു ഒഴിക്കലങ്ങോട്ട് ഒഴിച്ചു കൊടുത്തു. സ്വമ്മ ഷഖഖ്നൽ അർള ഷഖ്ഖൻ, പിന്നീട് നാം ഭൂമിയെ ഒരു പിളർത്തലങ്ങ് പിളർത്തി എന്ന് പറഞ്ഞപ്പോ ഇപ്പൊ എല്ലാം വരണ്ട് ഉണങ്ങി കിടക്കുക. ചില ആൾക്കാർ വന്നിട്ട് ഉണങ്ങി കിടക്കുന്ന പുല്ലിലങ്ങ് കത്തിച്ചങ്ങോട്ടിട്ടുണ്ട്. ഭയങ്കര ക്രൂരതയാണ് കേട്ടോ. കത്തിച്ചു വിടാൻ പാടില്ല. അതൊക്കെ അവിടെ ഇളക്കിയിട്ടിരുന്നാല് ഭൂമിക്ക് ഒരു മെത്തയായിട്ട് അവിടെ കിടക്കും. ആ മെത്തയായിട്ട് ഭൂമിക്ക് ഒരു മെത്തയായിട്ട് അവിടെ കിടന്നാൽ പിന്നെ അവിടെ പുല്ല് മുളയ്ക്കില്ല. നിങ്ങളെ കത്തിച്ചു കളഞ്ഞാലോ? കത്തിച്ചു കളഞ്ഞ സ്ഥലത്ത് വീണ്ടും പുല്ല് മുളച്ചു വരും. നമ്മൾ പരീക്ഷിച്ച് നോക്കുക. അവിടെ എല്ലാം വെട്ടി അവിടെ ഭൂമിക്ക് ഒരു ഷെൽട്ടറായിട്ട് ഒരു കവറിങ് ആയിട്ട് ഒരു പുതപ്പായിട്ട് അവിടെ ഇട്ടിരുന്നാൽ കുഴപ്പമില്ല. ആ പുതപ്പ് അങ്ങ് പോയി കഴിഞ്ഞാൽ
അവിടെ വീണ്ടും വരും, കളകൾ മുളച്ചു വരും. അതായത് ഭൂമിക്ക് എപ്പോഴും എന്ത് വേണം? ഒരു ആവരണം വേണം. ഈ രശ്മികളൊക്കെ ഉണ്ടല്ലോ, സൂര്യരശ്മികളൊക്കെ അതിൽ നേരിട്ട് പതിക്കാൻ പാടില്ല എന്നാണ്. ഭൂമിയിൽ നേരിട്ട് പതിക്കാൻ പാടില്ല സൂര്യരശ്മികൾ. എന്നാൽ അതിന്റെ പ്രയാസം ഉണ്ടാവും. എന്ത് ചെയ്യണം? കോഴികളൊക്കെ അവിടെ പുല്ല് പരത്തിയാളും. മുളച്ചിരിക്കണം, അല്ലെങ്കിൽ പുല്ല് മുളച്ച പുല്ല് അവിടെ അവിടെ ചെയ്യാം. എന്തായിരുന്നാലും അങ്ങനെ ഉണങ്ങി വരണ്ട് കിടക്കുന്ന ഭൂമിയിൽ എന്ത് ചെയ്യും? വെള്ളം വീണ് കഴിയുമ്പോഴേക്കും ശഖഖനൽ അർള, നാം ഭൂമിയെ പിളർത്തി. ആ പിളർത്തലിനെ കുറിച്ചാണ് ഈ പറഞ്ഞത്. അതൊരു പിളർത്തലാണ്. കാരണം എന്താ? ആ വിത്തുകളൊക്കെ, അവിടെ ഉണങ്ങി കിടക്കുന്ന വിത്തുകളൊക്കെ മുളച്ചു വരും. നമ്മൾ ഒരു ഇനം കളകളെ മുഴുവൻ പിഴുതി കളഞ്ഞെന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ കത്തി കളഞ്ഞെന്ന് വിചാരിച്ചു. അടുത്ത ഇനം കളകളാണ് പിന്നീട് അവിടെ. ഈ വിത്തുകളെല്ലാം എവിടെ കിടന്നു? ഭൂമിക്കടിയിൽ. അതിന്റെ അടിയിലുണ്ടാവും. അപ്പൊ ഇതിൽ വേറെ ഒരു ദൃഷ്ടാന്തം കൂടിയുണ്ട്. അതായത് മനുഷ്യൻ ഏതവസ്ഥയിലാണോ ഉണ്ടായിരുന്നത്, അതേ അവസ്ഥയിൽ മനുഷ്യന് പുനരുജ്ജീവിപ്പിക്കും. അവനൊന്നുമല്ലാത്ത അവസ്ഥയിൽ ആയിപ്പോയതിനു ശേഷം അവൻ മനുഷ്യൻ എന്താണ്? റമീം ആയതിനു ശേഷം, എലാമൻ നഹിറ ആയതിനു ശേഷം, നുരുമ്പിയ എല്ലുകൾ ആയിപ്പോയതിനു ശേഷം വീണ്ടും അവൻ പുനരുജ്ജീവിപ്പിക്കുമെന്നാണല്ലോ ചെയ്തത്. വറബലന മസലൻ വനസിയ ഖൽഖഹു ഖാല മൻ യുഹ്യിൽ ഇളാമ വഹിയ റമീം. എലാമൻ നഹിറ എന്ന് വേറെ സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. നുരുമ്പിയ എല്ലായി കഴിഞ്ഞതിന് ശേഷം അവന് സൂറത്ത് ഇതിലാണ് നാസിയാത്ത്. അപ്പോ ഇതെല്ലാം ആയതിനു ശേഷം അവന് എന്ത് ചെയ്യുന്നു? വീണ്ടും ജീവിപ്പിക്കുന്നു. അത് ഏതുപോലെയാണ്? ഉണങ്ങി വരണ്ട് കിടക്കുന്ന ഭൂമിയിൽ ഏതോ കാലത്ത് ഉണങ്ങിപ്പോയ വിത്തുകൾ മുളച്ചു വരുന്നത് പോലെ. ഇപ്പോ സജീവമായി കിടക്കുന്ന കളകൾ നമ്മൾ പിഴുതു കളഞ്ഞാൽ ആ ഇനം കളകൾ പോയിട്ട് വേറെ ഒരു ഇനം കളകളായിരിക്കും. അപ്പൊ അതിന്റെ വിത്ത് നേരത്തെ തന്നെ അവിടെ ഉണ്ട്. അപ്പൊ അതും മനുഷ്യനൊരു ഉദാഹരണമാണ്. ഇവിടെ പറയുന്നത് എന്താണ്? അവൻ എങ്ങനെയാണ് ആഹാരം ഉണ്ടാകുന്നത്? ആകാശത്ത് നിന്ന് അവൻ എന്ത് ചെയ്യുന്നു? മഴ വർഷിപ്പിക്കുന്നു. ശഖഖനൽ അർള ശഖ്ഖൻ, അങ്ങനെ ഭൂമി പിളർന്നത്. ഒരു പിളർത്തൽ പിളർത്തി. അപ്പൊ എന്താ പറഞ്ഞാൽ? ഒരു പിളർത്തൽ പിളർത്തിയ മഹാപിളർത്തൽ പിളർത്തിയ കാര്യമല്ല ഈ പറയുന്നത്. ഭൂമിയിൽ എത്ര മനോഹരമായിട്ടാണ്, എത്ര എന്താ പറയാ, കലാപരമായിട്ടാണ് ഈ വിത്തുകളൊക്കെ വരുന്നത്. അപ്പൊ ഭൂമി അതെങ്ങനെ പിളർത്തിയിട്ട് ആ വിത്ത് ഇങ്ങനെ വരികയാണ്. അതിനെ കുറിച്ചാണ് പറഞ്ഞത്. ശഖഖനൽ അർള ശഖ്ഖൻ അൻബത്നാ ഫീഹാ ഹബ്ബൻ, അങ്ങനെ നാം അവിടെ ധാന്യങ്ങൾ മുളപ്പിച്ചു. വഇനബൻ വഖദ്ബൻ, അത് നേരത്തെ സ്ക്രീനോടെ മറിഞ്ഞിടുന്നു, അത് നമ്മൾ വായിച്ചില്ല. ഐനബ് അറിയാമല്ലോ, ഇതിനൊക്കെ മുന്തിരിയല്ലേ? അത് തന്നെ, ഐനബ് മുന്തിരി. ഐനബ് മുന്തിരി. ഐനബിന്റെ ബഹുവചനം എന്താണ്? അഅ്നാബ്. അഅ്നാബ് തന്നെ. അഅ്നാബ്, അഅ്നാബ്. ഹബ്ബത്തിൻ ഹബ്ബൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഹബ്ബൻ എന്ന് പറഞ്ഞാൽ ധാന്യമാണ്. ഹുബ് എന്ന് പറഞ്ഞാല് സ്നേഹം, ഇഷ്ടം, സ്നേഹം. ഹുബ് സ്നേഹം. അമ്പത്ത മുളപ്പിച്ചു. നബത്ത മുളച്ചു. നബത്ത മുളച്ചു. അഅ്നാബിന്റെ ബഹുവചനം എന്തായാലും ഇവിടെ എഴുതിയിട്ടില്ല. അഅ്നാബിന്റെ ബഹുവചനം അഅ്നാബ് ഖുർആനിൽ വേറെ സ്ഥലങ്ങളിൽ വന്നിട്ടുണ്ട്. അഅ്നാബ്, അഅ്നാബ്. ഹംസ് ആദ്യം ഹംസ, ഹംസ് ഐന് സുക്കൂൻ ഫതഹ് അഅ്നാബ്. ഓക്കെ, അഅ്നാബ്. പിന്നെ എന്താണ്? ഖദ്ബ്. അപ്പൊ മുന്തിരി മുളപ്പിച്ചു, ഖദ്ബ് പച്ചക്കറി മുളപ്പിച്ചു. ഖദ്ബ് എന്ന് പറഞ്ഞാൽ നമ്മൾ വെട്ടിയെടുത്തിട്ട് വീണ്ടും മുളച്ചു വരുന്ന സംഭവത്തിനാണ് ഖദ്ബ് എന്ന് പറയും. വെട്ടിയെടുത്താൽ നമ്മൾ ചീര അതുപോലെ സാധനം വെട്ടിയെടുത്താൽ വീണ്ടും അത് മുളച്ചു വരും, അതും വെട്ടിയെടുക്കാം. അങ്ങനെയുള്ളതിനാണ് എന്ത് പറയുന്നത്? ഖദ്ബ് എന്ന് പറയും. അപ്പം പച്ചക്കറി, ഈ വഴുതനയ്ക്കും വെണ്ടയ്ക്കൊക്കെ അല്ല പച്ചക്കറി, ആ പച്ചക്കറി ഖദ്ബ് എന്ന് പറയുന്നത് അതല്ല. അതെന്താണ്? അത് വെണ്ടക്കായാണ് നമ്മൾ എടുക്കുന്നത്. അതേപോലെ വഴുതന ഏത്? അത് ഹദറവാത്ത്, അത് മൊത്തത്തിൽ വരുന്നത്. ഖദ്ബ് എന്ന് പറഞ്ഞാൽ മുറിച്ചെടുത്ത് വീണ്ടും മുളച്ചു വരും, അതിനെ മുറിച്ചെടുത്ത് വീണ്ടും ഉപയോഗിച്ചിട്ട് വീണ്ടും മുളച്ചു വരുന്നതിനാണ് ഖദ്ബ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള പച്ചക്കറി.
പച്ചിലകളൊക്കെ ഉണ്ടല്ലോ, പലതരം ഇല ഇലകൾ. ഇല ഇല ഇലകൾ പലതരം ഇലകൾ. അത് ഇലയായിട്ട് ചീര ഉപയോഗിക്കുന്നതല്ല, ചീര മറിച്ച് എന്താണ്, ചീര പോലെ മുറിച്ചെടുത്തിട്ട് പലതരം ചീരകളുണ്ട്, മരമായി വളർന്ന ചീരകളുണ്ട്, അത് മുറിച്ചെടുക്കുന്നുണ്ട്. അപ്പൊ അതെല്ലാം എന്താണ്, കതുവായിട്ട് വരും. ഉള്ളത്. ചായ് മനസ്സ് എന്നൊക്കെ പറഞ്ഞ ചീരകളുണ്ട്, ചായ് മനസ്സ് എന്നല്ല. അപ്പൊ അത് എന്താണ്, വളർന്ന് വലുതായി വരും, കുറ്റിച്ചെടിയോ പോലെ വളർന്ന് വലുതായി. കറിവേപ്പില നമ്മൾ വീണ്ടും കട്ട് ചെയ്ത് വേലി അതുപോലെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ എന്താണ്, കതുബ, വൈനബൻ കതുബൻ. ഇപ്പൊ എന്താ ചെയ്തത്, ഭൂമി ഒരേ ഭൂമിയാണ്. ഈ ഒരേ ഭൂമിയിൽ ആകാശത്ത് മഴ വർഷിപ്പിച്ചപ്പോൾ മുന്തിരിയും കിട്ടി, പച്ചക്കറിയും കിട്ടി, ഗോതമ്പും കിട്ടി, അരിയും കിട്ടി, പയറ് കിട്ടി, എല്ലാ ധാന്യങ്ങളും കിട്ടി, പലതരം ധാന്യങ്ങൾ കിട്ടി. ആലോചിച്ച് നോക്കി, ഒരേ മഴ, ഒരേ ഭൂമി. അപ്പോ ഇതിലേക്കൊന്നും മനുഷ്യൻ നോക്കുന്നില്ലേ? അവനൊന്നും ദൃഷ്ടാന്തം കാണുന്നില്ലേ? ഇതിനെയൊക്കെ ഉൽപ്പാദിപ്പിക്കുന്ന റബ്ബിന് മരിച്ചുപോയ മനുഷ്യനെ പുനരുജ്ജീവിപ്പിക്കാൻ, മരിച്ച് മണ്ണടിഞ്ഞ് നിർജീവമായി മണ്ണിലേക്ക് ലയിച്ചു ചേർന്ന മനുഷ്യനെ പുനരുജ്ജീവിപ്പിക്കാൻ കഴിയില്ലെന്നാണോ? പയറ് ഒന്നുമല്ലാതായി കിടന്നതല്ലേ? അതൊന്നുമല്ലായിരുന്നു. അത് പിന്നീട് അതിൻ്റെ ചെടി മുളച്ചു വന്നു, അതിൽ പയർ വന്നു. നെല്ല് ഒന്നുമല്ല, അല്ലെങ്കിൽ ഒരു വിത്ത് കിട്ടി, ആ വിത്ത് എവിടെയോ ഉണങ്ങിക്കിടന്നു, അത് വീണ്ടും മുളച്ചു വന്നു, വീണ്ടും ഒരുപാട് കതിരുകൾ വന്നു, പല കതിരുകൾ വന്നു, ഓരോ കതിരിലും അനേകം ധാന്യമണികൾ വന്നു. അത് അങ്ങനെയാണെങ്കിൽ ഒന്നുമല്ലാതായിപ്പോയ മനുഷ്യന് ജീവിപ്പിക്കാൻ നിസ്സാരമായിട്ട് കഴിയും. ഇതൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അത് രണ്ടു വശമാണ്. ഒന്ന് ഇതേ രീതിയിൽ മനുഷ്യനെ ജീവിപ്പിക്കാൻ കഴിയും, മറ്റൊന്ന് അവന് ഖാലിഖ് ഇതെല്ലാ സംവിധാനങ്ങളും ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്തു. എന്നിട്ടും അവൻ ദൈവനിഷേധം കാണിച്ചു. മാ അക്ഫറഹു, അവൻ എത്ര നന്ദി കെട്ടവനാണ്, അവൻ എന്തുകൊണ്ടാണ് നന്ദി കെട്ടവനായത്, അല്ലെങ്കിൽ സത്യം ശരിയായത് എന്നാണ് പറയുന്നത്. നമ്മൾ അത്താ പഠിച്ചായിരുന്നു, അത്താ പഠിച്ചു. എഴുതിട്ടോളൂ, നമ്മൾ ക്ലാസ് പഠിച്ചില്ല. അപ്പൊ അത്തായുടെ ക്രിയാതത്വം എന്താ? ഇത്വാമിനാണോ? ഇത്വാമല്ല, അത്താ എന്ന് പറഞ്ഞ എന്താ അർത്ഥം? ഭക്ഷണത്തിന്റെ കാര്യം അത് കഴിഞ്ഞു. അത് നമ്മൾ ഇപ്പോഴും ഇതിനൊപ്പം കഥ ആലോചിച്ചിട്ടിരിക്കുകയാണോ? അനുസരിച്ചു മാറിപ്പോയി. അനുസരിച്ചു അത്വാമല്ല, അനുസരിച്ച് മാറിപ്പോയതാ. നിങ്ങളൊക്കെ നെറ്റിൽ സെർച്ച് ചെയ്യുമല്ലോ അല്ലേ? സെർച്ച് ചെയ്യാറുണ്ടോ? ഹലോ, മിണ്ടാതിരിക്കുവോ അവിടെ? ഞങ്ങൾ പഠിക്കുകയാണ്. നെറ്റിൽ സെർച്ച് ചെയ്യാറുണ്ടോ? അറബി ടൈപ്പ് ചെയ്യാൻ പറ്റുമോ നിങ്ങളെ ഫോണിൽ? അറബി ടൈപ്പ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അത് പറ്റിക്കണം. അല്ല, എല്ലാ സംവിധാനങ്ങളും ഗൂഗിൾ ഞാൻ ശരിയാക്കി എടുത്ത് ഉപയോഗപ്പെടുത്താൻ മതി. അപ്പൊ അറബി ടൈപ്പ് ചെയ്യാം, ഇംഗ്ലീഷ് ടൈപ്പ് ചെയ്യാം, മലയാളം ടൈപ്പ് ചെയ്യാം. മലയാളത്തിലും ഇംഗ്ലീഷിലും ഒക്കെ വോയിസ് പറഞ്ഞു കൊടുത്താലും അത് ടൈപ്പ് ആകുന്ന സംവിധാനങ്ങൾ. വോയിസ് പറഞ്ഞപ്പോ അറബിയിലെ വോയിസ് എനിക്ക് കിട്ടിയിട്ടില്ല. അത് കിട്ടിയെങ്കിൽ എനിക്ക് എന്റെ അനിയത്തിന്റെ മോന് ശരിയാക്കി തന്നു. അറബിയിലെ വോയിസ് കിട്ടും. കിട്ടും പറഞ്ഞു അവന്. അതിപ്പോ എങ്ങനെയാണെന്നുള്ളത് പറഞ്ഞത്. ഇംഗ്ലീഷിലും മലയാളത്തിലും വോയിസ് കൊടുത്താൽ അത് ടൈപ്പായി വരും. ഒന്നും കൂടെ അത് നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോഴേക്കും എന്ത് ചെയ്യണം? ഖുർആന്റെ സെർച്ച് ചെയ്യുന്ന ഓപ്ഷൻ ഉണ്ട്. കണ്ടുപിടിച്ചിട്ട് അതാ എവിടെയൊക്കെ ഖുർആനിൽ വന്നിട്ടുണ്ടെന്ന് കണ്ടുപിടിക്കും. കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞത് നിങ്ങൾക്ക് ഇൻഡെക്സിൽ നിന്ന് കണ്ടുപിടിക്കാനുള്ള സംഭവം. ഇപ്പൊ പറഞ്ഞിരിക്കുന്നത് നമുക്ക് ഒരുപാട് ഗുണപാഠമുള്ള ഒരു വാക്കാണ് അതാ എന്ന വാക്ക്. അതാ എന്താ അർത്ഥം? അനുസരിച്ചു. അതാ എന്ന വാക്ക് എവിടെയൊക്കെ വന്നിട്ടുണ്ട്? അതാ അനുസരിച്ചു. അതായുടെ ഓപ്പോസിറ്റ് എന്താ? ധിക്കരിച്ചു. അതിന്റെ ക്രിയാധാതുവാണ് മഅസിയത്ത്. ധിക്കരിച്ചു, മഅസിയത്ത് ധിക്കാരം കേട്ടോ. അപ്പൊ മഅസിയത്ത് നോക്കുക, അസ നോക്കുക, അതാ നോക്കുക. അതാ എവിടെയൊക്കെ വന്നു? ആരെയൊക്കെ അനുസരിക്കാൻ പറഞ്ഞു നോക്കണം.
ആ നെറ്റിൽ അടിച്ചു കൊടുത്താൽ കിട്ടുമോ അത്? കിട്ടുന്ന സംവിധാനം കണ്ടുപിടിക്കണം നമ്മൾ. നെറ്റ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നതിനാ നമ്മൾ മനോഹരമായി നീട്ടിക്കുറുക്കി പാരായണം ചെയ്യുന്ന വാത് കേൾക്കാൻ വേണ്ടിയാണോ? എല്ലാത്തിനും വേണം, ആവശ്യമുണ്ടല്ലോ. ഇത് നമുക്ക് പറ്റുന്ന സംഗതി കണ്ടുപിടിക്കുക. ഖുർആൻ അടിച്ചാൽ മതി, കിട്ടും. എങ്ങനെ? അതായത് ഖുർആനിൽ വരുന്ന ഫിൽ ഖുർആൻ എന്നടിച്ചാല് എവിടെ ഖുർആൻ ഒന്നിടണം. അല്ലെങ്കിൽ ഞാനൊരു ഷോർട്ട് കട്ട് വഴി പറഞ്ഞുതരാം. ഷോർട്ട് കട്ട് ഞാൻ ഒരു സൈറ്റിന്റെ അഡ്രസ്സ് തരാം. ആ സൈറ്റിന്റെ അഡ്രസ്സിൽ ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് എന്നുള്ള ക്രിയ കണ്ടുപിടിക്കുക. ആ ആയത്ത് ക്രിയ ഖുർആന്റെ മാത്രം സെർച്ച് ചെയ്യുന്ന സംഭവം. ഞാൻ സൈറ്റിന്റെ അഡ്രസ്സ് ലിങ്ക് ഉണ്ടാവോ? ലിങ്ക് അയച്ചുതരാം. ലിങ്ക് അയച്ചുതരാം. ലിങ്ക് അയച്ചിട്ട് എന്ത് ചെയ്യാം, അതില് നോക്കിയാല് എവിടെയൊക്കെ വന്നിട്ടുണ്ടാവും. പിന്നെ എന്ത് ചെയ്യണം, ആസായി നോക്കാം. അപ്പൊ ഞാൻ പറഞ്ഞു തരുന്നത്, ഈ സൈറ്റിൽ നോക്കാം ക്രിയ എങ്ങനെ കണ്ടുപിടിക്കാന്ന് പറഞ്ഞു. പിന്നെ നോക്കുമ്പോ വാവ് ഐനിലാണ് നോക്കേണ്ടത് കേട്ടാ. അപ്പൊ നമുക്ക് വാവ് ഐൻ എന്നാണ് അതിന്റെ ഒറിജിൻ. വാവ് ഐൻ അവിടെ നോക്കിയാല് ഓക്കെ. ഞാൻ പറഞ്ഞുതരാം. ഞാൻ എന്റെ ലിങ്ക് ഇട്ടിട്ട് അതിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. അപ്പൊ നോക്കണം. പിന്നെ അതിന്റെ വിപരീതമായ ധിക്കരിച്ചു. അപ്പൊ അനുസരിച്ചത് കൊണ്ട് എന്തെല്ലാം കിട്ടി, എന്തെല്ലാം കിട്ടും, ആരെയൊക്കെ അനുസരിക്കാൻ പറഞ്ഞു എന്നത്. മാവിയല്ലേ? അപ്പൊ മാവിയാണെങ്കിൽ അതുമായിട്ട് മാവി മാത്രമല്ല നോക്കാൻ പറഞ്ഞത്. നമ്മൾ ക്രിയ പഠിക്കുന്നില്ലേ? കഴിഞ്ഞിട്ട് എന്താ? പിന്നെ കൽപ്പന അറിയില്ല. പിന്നെ ഒന്നുമല്ല, അല്ലെ സോറി, ഓക്കെ. അപ്പൊ അതായുമായി ബന്ധപ്പെട്ട് വരുന്ന രൂപങ്ങളെല്ലാം നോക്കണം. ചുളുവിന് പറ്റില്ല. ഇത് നമ്മൾ എന്ത് ചെയ്യണം, നോട്ട് തയ്യാറാക്കിയിട്ട് എന്താ നോക്കേണ്ടത്, ആരെയൊക്കെ അനുസരിക്കാൻ പറഞ്ഞിരിക്കുന്നു, അനുസരിച്ചതിന്റെ ഫലം എന്താണ്. 2 ചോദ്യമാണ്. ഒന്ന്, ആരെയൊക്കെ അനുസരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഉത്തരം പറയാൻ പറഞ്ഞില്ല. ഇത് നോട്ട് തയ്യാറാക്കിയാൽ മാത്രം മതി. അടുത്ത പ്രാവശ്യം ചോദിക്കുമ്പോൾ മാത്രം പറഞ്ഞത്, അല്ലെങ്കിൽ ഉത്തരം തയ്യാറാക്കിയത് ഇടാൻ പറയുമ്പോൾ മാത്രം ഇട്ടാൽ മതി. ഉത്തരം പബ്ലിഷ് ചെയ്യരുത്. അല്ല, നോട്ട് എങ്ങനെയാണ് തയ്യാറാക്കേണ്ടത്? നോട്ട് ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ ബുക്കിൽ എഴുതുക. അതറിയാ. ഒരുപാട് ചോദിക്കരുത്. മൂസാ നബി അലൈഹി ഇസ്ലാമിയോട് അവർ ചോദിച്ച് നബിയെ ബുദ്ധിമുട്ടിച്ച്. ചോദിക്കരുതെന്നാ പറഞ്ഞത് കേട്ടാ. നമ്മൾ പറയുന്നതിനെ കുറിച്ച് മനസ്സിലാക്കുക. എന്തൊക്കെ, ആരെയൊക്കെ അനുസരിക്കാനാണ് ഖുർആൻ പറഞ്ഞത്, അനുസരിച്ചവരുടെ ഫലം എന്താണ്, ആരെയൊക്കെ ധിക്കാരത്തിനെ കുറിച്ച് വല്ലതും പറഞ്ഞിട്ടുണ്ടോ, ധിക്കരിച്ചതിന്റെ ഫലം എന്താണ്, ഇതാണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. ധിക്കാരം നിങ്ങൾ നോക്കണ്ട, അനുസരണം മാത്രം നോക്ക്. അയ്യോ എന്ന് പറഞ്ഞാൽ പേടിച്ചു പോയി. അപ്പൊ ഞാനും പേടിച്ചു. ഇല്ല, മാത്രം നോക്കും. അനുസരിച്ചതിന്റെ ഫലം. ആൻസർ പറഞ്ഞില്ല ഉസ്താദേ. അത് പറയും. സലാം പറയുന്നതിന് മുമ്പ് പറയും കേട്ടാ. അപ്പൊ ഓക്കെ, അതെന്ത് ചെയ്യണം, ആരെയൊക്കെ അനുസരിക്കാൻ ഖുർആൻ പറഞ്ഞു, അനുസരിച്ചവരുടെ ഫലം എന്താണ്. ലിങ്ക് അയച്ചു തരും. അതിൽ നോക്കിയിട്ട് എന്ത് ചെയ്യണം, അതായുടെ ഒറിജിൻ എന്താണ്, ഏതൊക്കെ അക്ഷരമാണ്?
താ വ ഐൻ. വാവ് ഐന്. അതായത് നമ്മൾ മുമ്പ് പഠിച്ചായിരുന്നു, മുമ്പ് പറഞ്ഞത് എന്താണ്? 3 അടിസ്ഥാന അക്ഷരങ്ങൾ ഉള്ള ക്രിയകളാണ് നമ്മൾ ആദ്യം പഠിച്ചത്. പിന്നീട് എന്ത് ചെയ്തു? 3 അടിസ്ഥാന അക്ഷരങ്ങളോടൊപ്പം അധിക അക്ഷരം വന്ന ക്രിയകൾ പഠിച്ചു. അധിക അക്ഷരങ്ങൾ വന്ന ക്രിയകൾ പഠിച്ചു. അപ്പോ നമ്മൾ എവിടെയാണ് ഫോക്കസ് ചെയ്തത്? വെയിറ്റ്, അപ്പൊ അതൊന്നും ചോദിക്കരുത്. 3 അടിസ്ഥാന അക്ഷരങ്ങൾ, അതിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ശ്രദ്ധ കേന്ദ്രീകരിക്കുക. അതാ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ പറഞ്ഞു അതിന്റെ വാവ് ഐനാണ് അതിന്റെ അടിസ്ഥാന അക്ഷരങ്ങൾ എന്ന് പറഞ്ഞു. നമുക്ക് സമയം അധികരിച്ചുകൊണ്ട് വാവ് എങ്ങനെ വന്നു നമ്മൾ പറയുന്നില്ല. എന്തായിരുന്നാലും നമ്മൾ മുമ്പൊരിക്കൽ പറഞ്ഞിരുന്നു, ദുർബലാക്ഷരങ്ങൾ പരസ്പരം കോഓപ്പറേറ്റ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി വരുമെന്ന് പറഞ്ഞില്ലേ? കാല അലിഫായി, യഖൂലു വാവായി, പിന്നെ തീര പറയപ്പെട്ടു എന്ന് പറഞ്ഞപ്പോ യായി. അതേസമയം ഫതഹ മാറി വരുന്നില്ല. അതിൽ 3 അടിസ്ഥാന അക്ഷരങ്ങളിലും എന്താണ്? ഒറിജിനൽ അക്ഷരങ്ങളാണ്. അതായത് ദുർബലാക്ഷരങ്ങളല്ല, അതെല്ലാം സഹിയായ അക്ഷരങ്ങളാണ്. എന്തായിരുന്നാലും വാവ് ഐനാണ് അതായുടെ റൂട്ട് വേർഡ്, റൂട്ട് ലെറ്റേഴ്സ് കേട്ടോ. അപ്പൊ അത് നമ്മൾ നോക്കിയിട്ട് കണ്ടെത്തുക. അതായുടെ കൽപ്പന എന്താണ്? എന്താണ് ഇതാഅത്തിന് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്രിയാധാതു. ഓക്കെ. അടുത്തത് ഔഹ, ബോധനം നൽകി. വഹി നൽകി അല്ലെങ്കിൽ ബോധനം നൽകി. ഇതില് ചില പരിമിതമായ രൂപങ്ങളാണ് ഖുർആനിൽ വന്നിരിക്കുന്നത്. എന്തായാലും നമ്മൾ എന്ത് ചെയ്യുക? ആ പട്ടിക അങ്ങനെ പഠിക്കുക. ഔഹ വരുമ്പോഴത്തേക്ക് ഹദാ ഹദൗ വരുന്നവരെയാണ് വരിക. ദുർബലാക്ഷരം അവസാനം വന്നിരിക്കുകയാണ്, ഹദാ പോലെ. ദുർബലാക്ഷരം അവസാനം ഹദാ പോലെ വന്നിരിക്കുകയാണ്. അപ്പൊ ഹദാ ഹദൗ ഹദൈത്തും വരുന്നത് പോലെ കേട്ടോ. ഇൻസാലുൻ, അൻസല യുൻസിലു ഇൻസാലുൻ എന്ന് പറയുമ്പോൾ ഇൻഹാഉൻ. ദഅ യദ്ഉ ദുആഉൻ എന്ന് ഹംസ വരുന്നത് പോലെ അവസാനം ദുർബലാക്ഷരം വരുമ്പോഴത്തേക്ക് അങ്ങനെയൊക്കെ വരും. ഇഹാഉൻ. ഹദത്ത് എന്ന് പറഞ്ഞതുപോലെ ദുർബലാക്ഷരം പോയിട്ടാണ് സ്ത്രീലിംഗത്തിന്റെ താഴെ ചേർക്കുന്നത്. ഇപ്പൊ ദുർബലാക്ഷരം വരുന്ന സംഗതികളിൽ നമ്മൾ ഒരുപാട് ചെയ്യേണ്ടതില്ല, മെനക്കെട്ട് നോക്കേണ്ടതില്ല. മറിച്ച് എന്ത് ചെയ്യുക? അതങ്ങനെ തന്നെ കാണാൻ പഠിക്കുക. കുറച്ചാൾ കഴിയുമ്പോൾ നമ്മൾ വേറെ എന്തെങ്കിലുമൊക്കെ വർക്കൊക്കെ ചെയ്ത് വരുമ്പോഴത്തേക്കാണ് നമുക്ക് അതിന്റെ ഒറിജിനൽ രൂപങ്ങൾ ശരിയായ രീതിയിൽ മനസ്സിൽ ഉറയ്ക്കുക. അതിനാണ് ഇതുപോലുള്ള വർക്കൊക്കെ തരുന്നത്. അതായുടെ കണ്ടുപിടിക്കുക. നമ്മൾ കുറെ ഇൻഫർമേഷൻ അതിലൂടെ കിട്ടുകയും ചെയ്യും. അതേപോലെ ഈ ക്രിയയുടെ രൂപഭേദങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ പതിഞ്ഞു നിൽക്കുകയും ചെയ്യും. അതിനുവേണ്ടിയാണ് നമ്മൾ ചോദിച്ചെന്തായിരുന്നു? ഞാൻ അതിന്റെ ഒരുപാട് കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. ചോദിച്ചത് നമ്മൾ അൽ ഇല്ലാത്ത സൂറത്തുകളുടെ പേരുകളാണ് പറഞ്ഞത്. അതിനെ ഒരു എന്തുകൊണ്ടെന്ന് യഥാർത്ഥത്തിൽ ചോദിക്കാൻ ഉദ്ദേശിച്ചത് എന്തുകൊണ്ടെന്നല്ല, അതിനെ ചോദിക്കാൻ ഉദ്ദേശിച്ചതായിരുന്നു. അതിന് നമുക്ക് ഒരു കാറ്റഗറി ആയിട്ട് ഇനം തിരിച്ച് പറയാൻ പറ്റുമോ? ഏതെല്ലാം സൂറത്തുകളിൽ പേരുണ്ടാവും അല്ലെങ്കിൽ അല്ലുണ്ടാവും, ഇല്ല നമ്മൾ പറയുമ്പോഴത്തേക്ക് സംക്ഷിപ്തമായിട്ട് അതിനെ പറയാൻ പറ്റുമോ എന്നായിരുന്നു ഉദ്ദേശിച്ചത്. ആ ചോദിച്ചത് ഏത് രീതിയിലാണ് എൻ്റെ വക്കാബിലിറ്റി ഞാൻ ഇപ്പോൾ ഓർക്കുന്നില്ല. എന്തായിരുന്നാലും പ്രവാചകന്മാരുടെ പേരുകൾ ഉള്ളിടത്ത് ആ പേരുകളോടൊപ്പം അല്ലില്ലെങ്കിൽ, ആരോ ഒരാൾ പറഞ്ഞായിരുന്നു പേരുകളോടൊപ്പം പിന്നെ ചിലപ്പം അൽ ചേർന്ന് വരും എന്നൊക്കെ പറഞ്ഞു. അൽ ചേർന്ന പേരുകളുണ്ട്.
അൽ ചേരുന്ന പേരുകൾ ഉണ്ട്. അതേസമയം ഇവിടെ പറഞ്ഞ പ്രവാചകന്മാരുടെ പേരുകളിലൊന്നും എന്തില്ല, അൽ ഇല്ല, അല്ലില്ല. അല്ലില്ല. ഓക്കെ, പ്രവാചകന്മാരുടെ പേരുകളിലൊന്നും അല്ലില്ല. പിന്നീട് ഖുറൈഷ് എന്ന് പറഞ്ഞ എന്താണ്, ഗോത്രത്തിന്റെ പേരാണ്. ആ ഗോത്രത്തിന്റെ പേര് പറയുന്നിടത്തും എന്തില്ല, അൽ ഇല്ല. പിന്നെ അതുപോലത്തെ സുഹൃത്തുണ്ടായിരുന്നല്ലോ, സബ. സബ. സബ അതെന്താണ്, ആ സ്ഥലത്തിന്റെ പേര് പറഞ്ഞതാണ് സബ. അവിടെയും എന്തില്ല, അൽ ഇല്ല. ഇതാണ് അല്ലില്ലാതെ വരുന്നത്. പിന്നെ കേവലാക്ഷരങ്ങൾ, അക്ഷരങ്ങൾ പറയുന്നിടത്ത് പിന്നെ അൽ പറയാൻ പറ്റില്ല. ഇപ്പൊ സൂറത്ത് ഖാഫ്, സൂറത്ത് സ്വാദ് എന്ന് പറയുന്നിടത്തൊന്നും അല്ലില്ല. അതൊക്കെ തന്നെയാണ് അതിനെക്കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത്, പറയാനുള്ളത്. അതിൽ ഒരുപാട് സമയം മെനക്കെടുത്തതിന്റെ കാര്യമില്ല. നിങ്ങൾ ചില സൂറത്തുകളൊക്കെ പറയുമ്പോഴത്തേക്ക് നമ്മൾ അബദ്ധത്തിൽ സൂറത്തു അൽ സബ എന്നോ അൽ ഖുറൈഷ് എന്നൊക്കെ നമ്മൾ പറഞ്ഞുകളയും. അപ്പൊ അത് വരാതിരിക്കുന്നതിന് വേണ്ടി, ശ്രദ്ധിക്കുന്നതിന് വേണ്ടി ആ പോയിന്റിലേക്ക് ഞാൻ കൊണ്ടുവന്നു മാത്രമേ ഉള്ളൂ. അള്ളാന്റെ പേരല്ലേ? ഫാത്തിറ ഗാഫിർ പറയുന്നത് എന്താണ്, അൽഹംദുലില്ലാഹി ഫാത്തിരി സമാവാതി. അപ്പൊ അത് ഖുർആനിലുള്ള വാക്ക് അങ്ങനെ തന്നെ പേര് കൊടുത്തിരിക്കുകയാണ്. സൂറത്തു അബസ്. അപ്പൊ അതിൽ യഥാർത്ഥത്തിൽ എന്താണ്, അബസ എന്ന പേര് മാളിയാണ്. അതിന്റെ കൂടെ അൽ ചേർക്കാൻ പറ്റില്ല. അപ്പൊ സൂറത്ത് അബസ് എന്ന് പറയുന്നിടത്ത് അബസ എന്ന അതിൽ വന്ന അതേ പദം അങ്ങനെ തന്നെ അധ്യായത്തിന്റെ പേരായിട്ട് കൊടുത്തിരിക്കുക. അതേപോലെയാണ് ഫാത്തിർ, അൽഹംദുലില്ലാഹി ഫാത്തിരി സമാവാതി. അപ്പം ഫാത്തിർ എന്ന് അവിടെ അല്ലില്ലാതെയാണ് വന്നിരിക്കുന്നത്. അത് അങ്ങനെ തന്നെ സൂറത്ത് ഫാത്തിർ കൊടുത്തിരിക്കുക. സൂറത്ത് ത്വാഹ എങ്ങനെ വന്നു? കേവലാക്ഷരങ്ങളുടെ കൂടെ അൽ ചേരില്ല എന്ന് പറഞ്ഞു. കേവലാക്ഷരങ്ങൾ ത്വാഹ എന്താണ്, അക്ഷരങ്ങളാണ്. ഓക്കെ, ഖാഫ് പറഞ്ഞത് ഒരക്ഷരമാണ്, മറ്റിടത്ത് 2 അക്ഷരമുണ്ട്. യാസീൻ അവിടെ 2 അക്ഷരമുണ്ട്. ഹാമീം അവിടെ 2 അക്ഷരമുണ്ട്. പിന്നെ അതേപോലെ കാഫ് ഹാ യാ ഐൻ സ്വാദ്, അതുപോലെ സൂറത്ത് മറിയമാണ്. എന്തായിരുന്നാലും പിന്നെ അവിടെ ഒന്നും എന്ത് ചെയ്യില്ല, അൽ ചേർന്നില്ല. കേവല അക്ഷരങ്ങൾ പറയാണല്ലോ, അക്ഷരങ്ങൾ വേറെ വേറൊന്നുമില്ല. ആ വിഷയം തീർന്നില്ലേ? അപ്പൊ അത് നമ്മൾ ശ്രദ്ധിക്കാൻ വേണ്ടി, സൂറത്തിന്റെ പേര് നമ്മൾ പറയുമ്പോൾ അൽ ചേർന്ന് പോകരുത് എന്ന് പറയാതിരിക്കാൻ വേണ്ടി. അപ്പൊ ഇനി എന്തായാലും നമ്മൾ ഇനി ശ്രദ്ധിച്ചിട്ട് അല്ലുണ്ടോ ഇല്ലയോ നമ്മൾ നോക്കിയിട്ടേ പറയുള്ളൂ, അല്ലേ? ആലു ഇമ്രാൻ എന്താണ്? ആലു ഇമ്രാന് അല്ലില്ലാത്തത് എന്തുകൊണ്ടാണ്? നമ്മൾ പഠിച്ച് ഇളാഫത്ത് ചെയ്യുമ്പോൾ ഒന്നാമത്തെ നാമത്തിന് അല്ലില്ല, രണ്ടാമത്തേന് കെസർ കൊടുക്കുന്ന കാര്യമല്ലേ പറഞ്ഞത്. ഇവിടെ കെസറിന് അത് വേറെ നിയമമാണ്. എന്തായിരുന്നാലും അതുകൊണ്ട് എന്തില്ല, ഒന്നാമത്തേന് അല്ലില്ല. സൂറത്ത് ആലു ഇമ്രാൻ. ഫുസ്സിലത്തിന് എന്ത് ചെയ്തിരിക്കുകയാണ്? ഫുസ്സിലത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? കർമ്മണി പ്രയോഗത്തിലുള്ള ഒരു ക്രിയയാണ്. ആ ക്രിയയുടെ കൂടെ എന്തായിരുന്നാലും അത് ചേരില്ല. പിന്നെ എന്തിനാ അതിന് പേര് കൊടുത്ത്, അങ്ങനെ പേര് കൊടുത്തെന്ന് വെച്ചാൽ ഖുറാനിൽ വന്ന അതേ പദം അങ്ങനെ തന്നെ എടുത്തു. ആലിമ്രാന് അല്ലില്ലാന്നോ? ആല് എന്ന് പറഞ്ഞാൽ കുടുംബം എന്നാണ്. ആല് കുടുംബം, അല്ലല്ല ഇമ്രാന്റെ കുടുംബം. ഇമ്രാൻ കുടുംബം. ആല് ഇമ്രാൻ. ഇമ്രാൻ എന്നത് ആലു ഇമ്രാന എന്നാണ് ഉള്ളത്, അല്ലെ? ആലു ഇമ്രാന. ഇമ്രാന് കെസ് കൊടുക്കാൻ പറ്റില്ല. ഇമ്രാൻ എന്താണ്? ഗൈറു മുൻസരിഫായതാണ്. പിന്നെ സൂറത്തിന്റെ പേര് പറയുന്ന സൂറത്തു ആലി ഇമ്രാന എന്നാണ് പറയുന്നത്. സൂറത്തു ആലി ഇമ്രാന. സൂറത്തിന്റെ പേര് എന്താ? സൂറത്തുൽ ബഖറത്തി.
തന്നെ സ്ത്രീ ആ സൂറത്തുൽ ബഖറത്തി എന്നാണ്. അതായത് ഇതിലെല്ലാം ഹർക്കത്തിട്ടുണ്ട്. നോക്കിയാൽ അതെന്താ ബക്കറത്തി കസറ് വരാൻ കാരണം ബഖറത്ത് അതായത് സൂറത്തിന്റെ പേര് വരുന്നത്, അതേപോലെ നമസ്കാരത്തിന്റെ പേര് പറയുന്നിടത്തെല്ലാം ഇളാഫത്ത് ചെയ്തിട്ടാണ് പറയുന്നത്. സ്വലാത്തുൽ ളുഹ്രി, ളുഹർ നമസ്കാരം നമ്മൾ മലയാളത്തിൽ പറയുന്നുണ്ടെങ്കിലും ളുഹറിന്റെ സമയത്തുള്ള നമസ്കാരം. അപ്പൊ സൂറത്തിൽ ബക്കറത്തി ബഖറയുടെ അധ്യായം. അപ്പൊ അധ്യായത്തിന്റെ പേര് പറയുന്നിടത്തെല്ലാം സൂറത്തിനെ ആ അധ്യായത്തിന്റെ പേരിലേക്ക് ഇളാഫത്ത് ചെയ്തിട്ടാണ് പറയുക. സൂറത്തുൽ ബഖറത്തി, സൂറത്തു ആലി ഇമ്രാന. ഇമ്രാനിന് യഥാർത്ഥത്തിൽ കസറാണ് വരേണ്ടത്, പക്ഷെ ഇമ്രാൻ ഗൈർ മുൻസരിഫ് ആയതുകൊണ്ട് കസർ കൊടുക്കാൻ പറ്റില്ല. എന്നൊക്കെ പറഞ്ഞാല് തജ്വീദ് നിയമമായിരിക്കും. തജ്വീദ് നിയമമല്ല, നമ്മൾ പറഞ്ഞു തന്നായിരുന്നു. പിന്നെ കസർ സ്വീകരിക്കാത്ത പദം, തൻവീൻ സ്വീകരിക്കാത്ത പദം പറഞ്ഞു തന്നിട്ടുണ്ട്. തൻവീൻ സ്വീകരിക്കാത്ത പദം പറഞ്ഞില്ലേ? പറഞ്ഞു. തൻവീൻ സ്വീകരിക്കാത്ത പറഞ്ഞു. ഇപ്പൊ നമ്മൾ ഇനി അടുത്ത ഫൈനലാണ്. ഇത് പ്ലാറ്റിനല്ലേ നമ്മള്? പ്ലാറ്റിനം കഴിഞ്ഞ ഫൈനൽ. അതുകൊണ്ട് പിന്നെ എല്ലാ ടെക്നിക്കൽ വാക്കെല്ലാം അറിഞ്ഞിരിക്കണം. തൻവീൻ സ്വീകരിക്കാത്ത പദങ്ങളുണ്ട്. അത് കസർ സ്വീകരിക്കാത്ത പദങ്ങളും പറഞ്ഞായിരുന്നു. കസർ സ്വീകരിക്കാത്ത പദം തൻവീൻ സ്വീകരിക്കയില്ല. കാഫിറും സൂറത്തിൽ നിന്ന് എടുത്തോണ്ട് മാത്രമാണോ അല്ലില്ലാത്ത? വേറെ എവിടെയെങ്കിലും വരുമ്പോ അല്ലേ വരുമോ? സൂറത്തിന്റെ പേരില്ലാണ്ട് ഈ ഫാത്തിർ അൽ ഫാത്തിർ എന്ന് പറയാമല്ലോ. അൽ ഫാത്തിർ എന്ന് പറയാം. എന്താണ് ഫാത്തിർ? ഫാത്തിർ എന്ന് പറഞ്ഞാൽ എന്താണ്? യഥാർത്ഥത്തിൽ ഫതഹ തുറന്ന് ഫാത്തിഹും തുറക്കുന്നത്. ഫതറ എന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ചു, ഫാത്തിർ തുറക്കുന്നത്. ഫാത്തിർ ഫതഹ തുറന്ന് ഫാത്തിഹ് തുറക്കുന്നത്. ഫതറ ശ്രദ്ധിച്ചു, ഫാത്തിറുൻ ശ്രദ്ധിക്കുന്നത്. അതിനോട് ആൾ ചേർന്ന് പറയാം, വരാം. പക്ഷെ ഖുർആനിൽ വന്നിരിക്കുന്ന അതേ വാക്കെടുത്തിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്? പേരായിട്ട് കൊടുത്തിരിക്കുന്നത്. സൂറത്ത് അബസ് എന്ന് പറഞ്ഞത്. അപ്പൊ അബസ എന്നത് ക്രിയയാണ്, ഫുസ്സിലത്ത് എന്ന് പറഞ്ഞത് ക്രിയയാണ്. അപ്പൊ അത് അങ്ങനെ തന്നെ എടുത്ത് പേരായിട്ട് കൊടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് അതിന് അല്ലില്ല. അപ്പൊ അതേപോലെ തന്നെ ഫാത്തിർ സമാവാത്ത്, സൂറത്ത് ഫാത്തിർ, അത് എന്ത് ചെയ്തിരിക്കുകയാണ്? ഖുർആനിൽ വന്നിരിക്കുന്ന പദം അങ്ങനെ തന്നെ എടുത്ത് പേര് കൊടുത്തു. അതുകൊണ്ടാണ് അതിന് ഇല്ലാത്തത്. ഓക്കെ, വേറെ? അപ്പൊ ഇനി പേരിൽ കാര്യമൊന്നുമില്ല കേട്ടോ. ഈ പേരൊരു ചർച്ചയാക്കാൻ പറ്റുന്നില്ല. എല്ലാ ഞാൻ ഇപ്പൊ ചർച്ച ചെയ്തത് നമ്മൾ അൽ ഇല്ലാത്ത അധ്യായങ്ങളുടെ പേരുണ്ട്. നമ്മൾ പറയുമ്പോൾ അത് പലപ്പോഴും അൽ ചേർത്തിട്ടൊക്കെ പറഞ്ഞു പോകും. അതുകൊണ്ട് അത് ശ്രദ്ധിക്കാൻ വേണ്ടി പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഇന്നത്തെ ഈ ആഴ്ചത്തെ ചർച്ച സെർച്ച്, ബഹസ്, റിസർച്ച് എന്താണ്? അപ്പൊ ആരെയൊക്കെ അനുസരിക്കാൻ ഖുർആനിൽ പറഞ്ഞിരിക്കുന്നു, അനുസരിക്കുന്നവർക്കുള്ള, അങ്ങനെ അനുസരിക്കുന്നവർക്കുള്ള പ്രതിഫലം എന്ത്? ലിങ്ക് തരും. ലിങ്കിൽ കയറിയിട്ട് നോക്കേണ്ടത്, ക്രിയ നോക്കേണ്ടത് ത്വാ വാവ് ഐനാണ്. അപ്പൊ ലിങ്കിൽ കയറിയാൽ നിങ്ങൾക്ക് ആദ്യം കാണിക്കുക അക്ഷരങ്ങളുടെ ലിസ്റ്റാണ് ആദ്യം കാണിക്കുക. അപ്പം അലിഫ് മുതൽ യാ വരെയുള്ള അക്ഷരങ്ങൾ ഉണ്ടാവും. അതിലേതി ക്ലിക്ക് ചെയ്യണം? ആദ്യം ത്വാഇൽ ക്ലിക്ക് ചെയ്യണം. ആദ്യം ത്വാഇൽ ക്ലിക്ക് ചെയ്യണം. അപ്പോ ബന്ധപ്പെട്ട ക്രിയകളെല്ലാം വരും. പിന്നീട് ഒരു ക്ലിക്ക്, ഒരു ആരോ മാർക്ക് ഉണ്ടാകും. അവിടെ ക്ലിക്ക് ചെയ്താൽ അതിലുള്ള എല്ലാ അക്ഷരങ്ങളുള്ളതും വരും. അപ്പൊ അതില് ത്വാ കഴിഞ്ഞിട്ട് വാവ് ഉള്ളത് നോക്കണം, താഴോട്ട് നോക്കണം. വാ കഴിഞ്ഞാൽ വാവ് ഉള്ളത്, വാവ് അവസാനമല്ലേ വരിക? ലാമീനൂന് വാവ് ഹാ ഇങ്ങനെ വരിക. അപ്പൊ വാവ് വരുമ്പോഴത്തേക്ക് അവസാനമായിരിക്കും വരിക. അപ്പൊ വാവ് അയിന് വരുന്നിടത്ത് നോക്കണം. എന്നിട്ട് അയിന് വരുന്നത് ക്ലിക്ക് ചെയ്താൽ, എന്നിട്ട് ഗോ അടിക്കണം. അതിൽ ഗോ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഗോ അടിച്ചാൽ
അതിലുള്ള ആയത്തുകളും അതിലുള്ള ഏതൊക്കെ വാക്കുകളാണ് വാവ് അയിനുള്ള ഏതൊക്കെ വാക്കുകളാണ് അതിൽ വന്നിരിക്കുന്നതെന്ന് കാണിക്കും. ആ വന്നിരിക്കുന്നതിൽ നമ്മൾ എന്താ നോക്കേണ്ടത്? എന്ന വാക്ക് നമ്മൾ നോക്കണം. നോക്കിയാല് അപ്പം ബ്രൗസ് ചെയ്ത് താഴോട്ട് പോയി കഴിഞ്ഞാൽ അതാ എന്ന വാക്ക് കിട്ടും. അതാ എന്ന വാക്കിന്റെ രൂപഭേദങ്ങളൊക്കെ അവിടെ തന്നെ എഴുതിയിട്ടുണ്ട്. ആയത്തുകളിൽ അതായുടെ ഏതെല്ലാം രൂപങ്ങൾ വന്നിട്ടുണ്ടോ ആ വാക്ക് ചുമപ്പ് അക്ഷരത്തിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ടാകും. അത് നോക്കിയിട്ട് നമ്മൾ നോക്കിയിട്ട് എന്ത് ചെയ്യണം? അത് നോക്കിയിട്ട് ആ ആയത്ത് അവിടെ തന്നെ പറഞ്ഞിട്ടുണ്ടാവും. ആയത്ത് നോക്കിയിട്ട് അപ്പൊ ആരനുസരിക്കാൻ പറഞ്ഞു? അതേപോലെ അനുസരിച്ചുള്ള പ്രതിഫലം എന്താണ്? ഇത് നമ്മള് അപ്പൊ അള്ളാഹ് അനുസരിക്കാൻ ഒരായത്ത് പറഞ്ഞു. ഓക്കെ, അള്ളാഹ് അനുസരിക്കാൻ പറഞ്ഞു. ഇനി അടുത്ത ആയത്തിൽ വീണ്ടും അള്ളാഹ് അനുസരിക്കാൻ പറഞ്ഞു. അത് നമ്മൾ നോട്ട് ചെയ്യേണ്ട കാര്യമില്ല. കാരണം എന്താ? നമ്മുടെ ചർച്ച എന്താ? ആരെ അനുസരിക്കാൻ പറഞ്ഞു. അപ്പൊ നമ്മൾ ചോദിച്ചു അള്ളാഹ് അനുസരിക്കാൻ പറഞ്ഞു. അപ്പൊ ആയത്ത് നമ്പർ, ഒരായത്തിന്റെ നമ്പർ എഴുതിക്കണം. വേറെ അനുസരിക്കാന്നുള്ളത് അങ്ങനെ ഉണ്ടാവും. അത് കണ്ടുപിടിക്കാം, നിങ്ങൾ കണ്ടുപിടിക്കുക. ഇപ്പൊ തന്നെ പറഞ്ഞാൽ പിന്നെ അർത്ഥമില്ല. അപ്പൊ ഇനി അങ്ങോട്ട് പോയാൽ ഉത്തരം അങ്ങ് പറഞ്ഞു പോകുന്നില്ല. ഖുർആന്റെ മാർഗത്തിൽ പണിയെടുക്കാനും ഗവേഷണം നടത്താനും ഒരുപാട് ആ വിഷയത്തിൽ ചിന്തിക്കാനും. അതിനകത്ത് അർത്ഥം ഉണ്ടാവോ? മലയാള അർത്ഥം ഉണ്ടാവോ? മലയാള അർത്ഥം എന്തിനാ? നമ്മൾ ഖുർആന്റെ അതറിയണ്ടേ പഠിച്ചതാണ്. അത് വായിച്ചു നോക്കിയാൽ മനസ്സിലാവും. ആരെയൊക്കെ അനുസരിക്കാൻ പറഞ്ഞിരിക്കുന്നുള്ള വായിച്ചു നോക്കിയാൽ മനസ്സിലാവും. കണ്ടുപിടിക്കണം. റിസർച്ച് ചെയ്യാൻ പറഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത്തുൻ വഖിനാ അദാബന്നാർ برحمتك يا ارحم الراحمين صلى الله عليه وسلم على خير خلق محمد وعلى اله وصحبه اجمعين. الى اللقاء. والسلام عليكم ورحمه الله.